നമസ്കാരം. നവാവിഷൻ ഒരുക്കുന്ന നമ്മുടെ ചിഹ്നം പടയൊരുക്കം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടക്കൽ നഗരസഭയിലെ തോക്കാമ്പാറ വാർഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ LDF സ്ഥാനാർത്ഥി പ്രവീൺ മാസ്റ്റർ കൂടെ ഉണ്ട്. കാലാകാലങ്ങളായിട്ട് എന്നൊക്കെ പറയാം LDFിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വാർഡാണ്. ഇത്തവണ ശക്തമായൊരു മത്സരം നടക്കുന്നു എന്നാണ് നമ്മളുടെ ഇവിടെ എത്തുമ്പോഴുള്ളൊരു മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് മാഷേ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു, ഉഷാറായി പോകുന്നു. എന്താണ് ഇനിയിപ്പോൾ ഈ വാർഡിലേക്ക് വേണ്ടത്? വോട്ടർമാർ എന്താണ് ചോദിക്കുന്നത്? വോട്ടർമാർ എന്താണ് ചോദിക്കുന്നതിന് ബന്ധപ്പെട്ട് നമ്മളൊരു പ്രകടന പത്രിക കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം മുൻപ് ഇതുപോലൊരു പ്രകടന പത്രിക ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏകദേശം 90% കാര്യങ്ങൾ ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. ഇപ്പോൾ റോഡ് പശ്ചാത്തല വികസന മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ഈ വാർഡിൽ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ മുന്നിൽ നിൽക്കുന്ന റോഡ് മുതൽ താഴെ ചങ്കുവെട്ടിക്കൊണ്ട് BMDC ചെയ്ത മനോഹരമായി റബ്ബറൈസ് ചെയ്ത റോഡ് മുതൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ, വികസന കവാടമായി ഈ വാർഡിലെ റോഡുകൾ മാറിയിട്ടുണ്ട്. മറ്റൊന്ന് അങ്കണവാടി, മുനിസിപ്പാലിറ്റിയിലെ തന്നെ ആദ്യ സ്മാർട്ട് അങ്കണവാടിയിൽ ഒന്ന് ഈ തോക്കാമ്പാറ വാർഡിലാണ്. അതുപോലെ കുർബാനി വാർഡിലുണ്ട്. ഈ 2 വാർഡുകളിലാണ് ഏറ്റവും നല്ല സ്മാർട്ട് അങ്കണവാടികൾ നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ നിരവധി പ്രവർത്തനം. ഹെൽത്ത് സെൻറ്റർ നവീകരിച്ച ഒരു 2 നില കെട്ടിടം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി BPL കുടുംബങ്ങൾക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇവിടെ നടന്നിട്ടുണ്ട്. ഇനി വരുന്ന 5 വർഷത്തിനുള്ളിൽ ഒരു പ്രകടന പത്രിക ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ കുടിവെള്ളം, വിദ്യാഭ്യാസം, അതുപോലെ അങ്കണവാടിയിലൊരു സാംസ്കാരിക നിലയം, ഈ പ്രദേശത്ത് ഒരു ഓപ്പൺ ജിം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഈ വാർഡിന് വേണ്ടി ഈ പ്രകടന പത്രികയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിറവേറ്റും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉള്ളേരിയകളിലൊക്കെയുള്ള ചെറുകിട റോഡുകളൊക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് എന്നുള്ളൊരു ആരോപണമൊക്കെ ഉയരുന്നുണ്ടല്ലോ. അത് പച്ചക്കള്ളമാണ്. കാരണം നിങ്ങളെ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ റോഡ് അങ്ങോട്ട് പോകുമ്പോൾ 2 റോഡുകളുണ്ട്. ഇടതുവശത്ത് പോകുന്നത് പാലത്തറയിലേക്ക് പോകുന്ന റോഡാണ്. അവിടെ കാലാകാലം ലീഗ് ഭരിക്കുന്ന ഭരണസമിതിയുള്ള അംഗങ്ങളുള്ള റോഡാണ്. വലതുവശത്ത് നോക്കൂ, ചങ്കൂട്ടിക്കൊണ്ട് BMBC ചെയ്ത മനോഹരമായ റോഡുകളാണ്. ഇവിടെ കാണിക്കുന്ന റോഡുകൾ ഈ കാണുന്ന ചെറിയ ഇടവഴികളാണ്. ഒരു ബൈക്ക് പോലും പോകാൻ പറ്റാത്ത ചെറിയ ഇടവഴികൾ, ഒരു വീട് പോലും ഇല്ല. അവർക്ക് ഇത്തരത്തിൽ റോഡ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചെയ്യാൻ പറ്റാത്ത റോഡുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഈ വാർഡിലെ റോഡുകളെല്ലാം അതിമനോഹരമാണ്. ഇനി ചെയ്യാൻ റോഡുകൾ വളരെ കുറച്ചേ ഉള്ളൂ. മറ്റു വാർഡുകളെ അപേക്ഷിച്ച് അപ്പുറമുള്ള വാർഡുകളിലെ റോഡുകളെ അപേക്ഷിച്ച് വളരെ കുറച്ച് റോഡുകൾ മാത്രമേ ഇവിടെ ഇനി ചെയ്യാൻ ബാക്കിയുള്ളൂ. പ്രത്യേകിച്ചും ഈ വാർഡ് ഒരു ത്രികോണ മത്സരം എന്ന നിലയിൽ തന്നെയാണ് പറയപ്പെടുന്നത്. BJPക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ട്, UDFന് ഒരു നല്ല സ്ഥാനാർത്ഥി, LDFന് സ്ഥാനാർത്ഥി. ഈ ഒരു മത്സരം ഇത്തവണ എങ്ങനെ കാണുന്നു? ത്രികോണ മത്സരം എന്നൊന്നും ഇവിടെ പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ്. ഒരു 200 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം സാധാരണഗതിയിൽ ലഭിക്കേണ്ട തരത്തിലുള്ള ഒരു വാർഡാണ്. അപ്പോൾ നമ്മുടെ ഇടതുപക്ഷ വേരോട്ടമുള്ള ഈ ഭൂമി, ഈ വാർഡ് അത്തരത്തിൽ തന്നെ തുടരും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എങ്ങനെയുണ്ട് ഇനിയിപ്പോൾ ജനങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? എന്താണ് ഇനിയിപ്പോൾ ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന പുതിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു നേരത്തെ. ഒരു കുടിവെള്ള പദ്ധതി, അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ASM TSUമായി കോൺട്രാക്ടർ എടുത്തു എന്ന് അറിയാൻ കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള പൈപ്പ് ലൈനുകളെല്ലാം ഇവിടെ മാറ്റി സ്ഥാപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാ വീടുകൾക്കും ഹൗസ് കണക്ഷൻ കൊടുക്കണം. അത്തരത്തിൽ നിലവിലുള്ള കുടിവെള്ള പദ്ധതി ആണ് നമുക്ക് വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, നിലവിലുള്ള അങ്കണവാടി സാംസ്കാരിക കേന്ദ്രമാക്കി, സാംസ്കാരിക നിലയമാക്കി മാറ്റും. സ്ത്രീകൾക്കായി ജിമ്മ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ, വീട്ടുപടിക്കൽ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കുന്ന അനുഭവമാണ് ഈ വാർഡിലുള്ളത്. ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ഈ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായി ഞങ്ങൾ കരുതുന്നത്. എന്താണ് നവാവിഷിലെ പ്രേക്ഷകരോട്, ഈ വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത്? നവാവിഷനോട് ഈ നിങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങളോട് പോയി ചോദിക്കാനാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേപോലെ വോട്ടർമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കണം. ഈ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ തുടർച്ച വേണം. ആ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ മത്സരിക്കുന്നത്. എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതൊക്കെ ഒരു കാര്യം കൂടി ചോദിക്കാറുണ്ട്. മുകളിൽ വാർഡിലെ സല്ല ടീച്ചർ ഭാര്യയാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ 2 വാർഡിലും വിജയിക്കുകയാണെങ്കിൽ ഒരു വാഹനത്തിൽ നഗരസഭയിലേക്ക് പോവാ എന്നാണ് ഉദ്ദേശിക്കുന്നത്?
ഒരു വാർഡിൽ പോകാൻ പ്രയാസമൊന്നുമില്ല. അത് നമ്മൾ ജനങ്ങളിവിടുത്തെ വാർഡ് കമ്മിറ്റിയും തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തീരുമാനത്തിലെത്തി. മുനിസിപ്പാലിറ്റിയിൽ 2 ചെയർ രണ്ടാൾക്കും അടുത്തടുത്ത് തന്നെ വേണ്ടി വരുമോ? ഉണ്ടാവട്ടെ. 2 കൗൺസിൽ യോഗ ഹാളിൽ തൊട്ടടുത്ത സീറ്റിൽ 2 പേര് ഇരിക്കുന്നത് നമുക്ക് കാണേണ്ടി വരുമോ? നോക്കാം നമുക്ക്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എന്താ പറയാനുള്ളത്? ഈ വാർഡിലെ ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പ്രവർത്തനമായിരുന്നു. പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ അംഗനവാടിനെ കുറിച്ചിട്ടാണ്. കുട്ടികൾക്ക് പഠിക്കാൻ നല്ലൊരു സ്ഥാപനമാക്കി മാറ്റിയിട്ടുണ്ട് അത്. പിന്നെ ഇത്തവണ എങ്ങനെയുണ്ട് മത്സരം? എങ്ങനെ ഉണ്ടാവും? ഇവിടെ കൂടുതൽ ശക്തിയായിട്ടാണ് മത്സരം നടക്കുന്നതെന്ന് തോന്നിയാലും ഞങ്ങളെ പ്രവീൺ മാഷിനെ ജയിക്കുള്ളൂ. മാഷ് ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്ന ആൾക്ക് വരെ മാഷിന് ഏറ്റവും പരിചിതനാണ്. അത് പശ്ചാത്തലം കൊണ്ട് മാഷ് എല്ലാവർക്കും നല്ലപോലെ അറിയുന്ന ഒരാളാണ്. ഇവിടെ മാഷിനെ ഇവിടെ ജയിക്കും. ഞങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്തായാലും ഉണ്ടാവുമെന്ന് നമ്മൾ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെയധികം ഉറപ്പുണ്ട്, ഒത്തിരി വിശ്വാസമുണ്ട്. എപ്പോഴും വിളിച്ചാൽ ഓടി വരുന്ന ഇതിലാണല്ലേ കൗൺസിലേഴ്സ്? ഈ നാട്ടുകാരൻ തന്നെയാണ് പ്രവീൺ മാഷ്. ഇവിടുത്തെ ഓരോ ആൾക്കാരെയും ഓരോ വീടും മാഷിന് അറിയാവുന്നതുമാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ട്. മാഷ് വിജയിച്ചു വരും. വോട്ടർമാരെ കണ്ട് അവസാന ലാപ്പിൽ ഓടിയെത്താനുള്ള തിടുക്കത്തിനിടയിലാണ് നമ്മുടെ ചിഹ്നം പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എങ്ങനെയുണ്ട്? വളരെ നല്ലൊരു അനുഭവമാണ്. ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടി ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി പ്രവർത്തിച്ച ആളാണ്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വിചാരിച്ച പോലെ കുറച്ച് പെട്ടെന്ന് പ്രഖ്യാപിച്ച് പെട്ടെന്ന് സമയബന്ധിതമായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എങ്കിലും ഞങ്ങളെ പ്രവർത്തകരെ സംബന്ധിച്ച് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 റൗണ്ടോളം ഓരോ സ്ക്വാഡിലുള്ള ഓരോ അംഗങ്ങളും വീടുകളിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോയ അനുഭവം എന്ന് പറയുമ്പോൾ വളരെ ഞങ്ങൾ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക്, ആവേശം നൽകുന്ന രൂപത്തിലുള്ള അനുഭവങ്ങളാണ് വീടുകളിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ നിലവിലുള്ള കൗൺസിലർ രാഗിണി ചേച്ചി അവരവരുടെ 5 വർഷക്കാലവും ജനങ്ങളിടയിൽ തന്നെ കൃത്യമായി കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യുകയും നല്ലൊരു ഓഫീസ് സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ട് വികസനത്തിന് ആളുകൾക്ക് എന്തുണ്ടെങ്കിലും ഇവിടെ വന്ന് പറയാനും ചെയ്യാനും കഴിയുന്ന രൂപത്തിലേക്ക് അവർ നല്ലൊരു കൗൺസിലറായിരുന്നു. അവർ മികച്ച രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മുടെ പ്രവീൺ മാഷ് പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളോട് നല്ല രൂപത്തിൽ ആളുകൾ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഇമ്പാക്റ്റ് ഇവിടെ ഇല്ല. വളരെ പോസിറ്റീവ് എനർജിയോടുകൂടി ആളുകൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുക തന്നെയാണ്. പ്രവീൺ മാഷ് വളരെ ഭൂരിപക്ഷത്തിൽ 200 അല്ല, അതിലും മികച്ച ഭൂരിപക്ഷത്തിൽ പ്രവീൺ മാഷ് ജയിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു 1-2 കാര്യങ്ങൾ കൂടി പറയാനുള്ളത്, തോക്കാമ്പറയിലെ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് കുർബാനയിലെ വികസന പ്രവർത്തനം ഒരു മാതൃകാപരമാണ്. മറ്റ് കൗൺസിലുകൾ മറ്റ് വാർഡുകളിലൊക്കെ എടുത്തു നോക്കുന്നതിനേക്കാളും പ്രതിപക്ഷത്തിലുള്ള 2 കൗൺസിലർമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെക്കാളും എത്രയോ മികച്ച രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്ന ഒരു വാർഡാണിത്. ഇതിനെ മാതൃകയാക്കിക്കൊണ്ട് വേണം മുസ്ലിം ലീഗ് ഭരിക്കുന്ന പല വാർഡുകളിലും മുന്നോട്ട് പോകേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. റോഡുകളുടെ കാര്യം എടുത്താൽ ഏറ്റവും മികച്ച റോഡുകൾ കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി ഏറ്റവും മികച്ച റോഡുകൾ എടുക്കുകയാണെങ്കിൽ തോക്കാമ്പറയിലാണെന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കില്ല. അതേസമയം തൊട്ട് താഴെയുള്ള പുലിക്കോട്ടയ്ക്കാണ്ട് ഇറങ്ങിയാൽ മതി. കാലങ്ങളായി വർഷങ്ങളായിട്ട് മുസ്ലിം ലീഗ് ബോർഡ് ഭരിക്കുന്ന അവരുടെ കൗൺസിലർമാരുള്ള വാർഡാണത്. അവിടെയൊക്കെ ഒരു മഴക്കാലത്ത് തോണി വേണം ആ റൂട്ടിലൂടെ അങ്ങോട്ട് പുലിക്കോട് താഴെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ. ഇപ്പോഴും അതാണ് അവസ്ഥ, വെള്ളം കെട്ടി നിന്നുണ്ട് റോട്ടിൽ. അപ്പോൾ അതൊക്കെയാണ് മാറ്റാൻ ശ്രമിക്കേണ്ടത്. മറ്റൊന്ന്, ഇവിടെ 3-4 നടവഴികളാണുള്ളത്, ചെറിയ നടവഴികളാണ്. പക്ഷേ അത് നടവഴികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മോശമാക്കല്ല, റോഡാക്കാനുള്ള യാതൊരു സാഹചര്യം അവിടെ ഇതുവരെ കണ്ടിട്ടില്ല. മുമ്പ് പല ഇടങ്ങളിലും ഞങ്ങൾ ഇതുപോലെ നടവഴികൾ റോഡാക്കിയിട്ടുണ്ട്. ഇവിടെ അതിനുള്ളൊരു സാഹചര്യം ലഭിക്കാത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന ഞങ്ങളുടെ പ്രവീൺ മാഷ് വിജയിച്ചാൽ തീർച്ചയായിട്ടും വിജയിക്കുന്നുള്ള കാര്യം തർക്കമില്ല. ആ നടവഴികളൊക്കെ തന്നെ മിനിമം ഞങ്ങളത് കോൺക്രീറ്റ് ചെയ്ത് ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കുന്നുള്ള കാര്യം തർക്കമില്ല. മറ്റൊരു കാര്യം, കുടിവെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് തോക്കാമ്പാറക്കാർ എന്നും അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ അവിടെ അത് ഈ വാട്ടർ അതോറിറ്റിക്കാർ ബ്ലോക്ക് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കാരണം ഇതിലേക്ക് പൈപ്പ് ലൈൻ കൊണ്ടുപോകാനുള്ളൊരു പ്രയാസം അവർ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും അമൃത് പദ്ധതിയിലൂടെ തോക്കാമ്പാറ ഉൾപ്പെടുന്ന അമൃത് പദ്ധതിയാണ്, അതായത് 160 കോടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയും മികച്ച വലിയൊരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ തോക്കാമ്പാറയും കുർബാനി പ്രദേശമൊക്കെ അതിൽ ഭാഗമാണ്. തീർച്ചയായിട്ടും അവിടെ പണി ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ലൈനിലൂടെ പോകുമ്പോൾ ശാശ്വതമായി കുടിവെള്ള പരിഹാരം കാണും. രാഗിണി ചേച്ചി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷകാലങ്ങളിലൊക്കെ ഓരോ വീടുകളിലും ആവശ്യമുള്ളവർക്ക് കുടിവെള്ളം വണ്ടികളിൽ എത്തിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രവീൺ മാഷ് അത് തുടരും. ഈ അമൃത് പദ്ധതി നടപ്പിലാക്കുന്നത് വരെ ആ കുടിവെള്ള പദ്ധതി പ്രവീൺ മാഷ് കൃത്യമായിട്ട് ഓരോ വീടുകളിലും വെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കുടിവെള്ളം കിട്ടാതെ തോക്കാമ്പാറക്കാരറിയില്ല. എനിക്ക് ചോദിക്കാനുള്ള കോട്ടയം മുനിസിപ്പാലിറ്റിയോടാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നവാവിഷൻ്റെ ആളുകൾക്കൊക്കെ അറിയാം.
കാവുകുളം പാടത്തൊരു കുളം കുഴിച്ച കഥയൊക്കെ. നാടുകളിൽ എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി വർഷങ്ങൾക്ക് മുന്നേ കുളം കുഴിച്ചിട്ട്, എന്തിനാണ് കുളം എന്ന ആളുകൾ കുളിക്കാനല്ല, കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. ഇത്ര കാലമായിട്ട് അതിന് ഒരു തുള്ളി വെള്ളം നാട്ടിലെ ജനങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റിയുടെ പരാജയമാണത്. മാത്രമല്ല അതിൽ നിന്ന് ആളുകൾ അതിപ്പോൾ കുളിക്കാനുള്ളൊരു കുളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. വളരെയേറെ മോശമാണത്. കുടിക്കാനുള്ള വെള്ളം അതവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ആളുകൾക്ക് എത്തിക്കാതെ കുളിക്കാനുള്ള ഒരു കുളമാക്കുന്ന രൂപത്തിലേക്ക് മുനിസിപ്പാലിറ്റി മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഈ രീതിയിലുള്ള മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനം ജനങ്ങൾ കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അതിനൊരു മറുപടിയായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കൗൺസിലുകളും എല്ലാ വാർഡുകളിലും ഇതിൻ്റെ പ്രതിഷേധം കാണുമെന്നുള്ളതാണ്. ഈ ഭരണസമിതി ഇവിടുന്ന് മാറുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രവീൺ മാഷ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ യാതൊരു സംശയവുമില്ല. ആവേശത്തോടെ ഞങ്ങൾ പറയാണ് ജനങ്ങൾ വോട്ട് ചെയ്യും. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി 3 ദിവസം കൂടെ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ പ്രവീൺ മാഷ് വലിയ ഭൂരിപക്ഷത്തിന് ഈ വാർഡിൽ നിന്ന് ജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ തോക്കാമ്പാറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തോക്കാമ്പാറ എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. കഴിഞ്ഞ 3 തവണയായിട്ട് കോട്ടക്കൽ പഞ്ചായത്ത് മാറി നഗരസഭയായതിനു ശേഷം കഴിഞ്ഞ 3 ടേമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാരാണ് ഇവിടുന്ന് വിജയിച്ചു പോകുന്നത്. ഇത്തവണയും അത് ആവർത്തിക്കും. കൗൺസിലറാണ്. കഴിഞ്ഞ തവണയും വീണ്ടും LDF തന്നെയാണ്. ഈ വാർഡൊരു LDFിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വാർഡായിട്ടാണ് ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം. ഇത്തവണ എങ്ങനെയായിരിക്കും? ഇത്തവണ അതിൽ കൂടുതൽ കഴിഞ്ഞ 2 തവണത്തേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടെ LDFിൻ്റെ പ്രവീൺ മാഷും സനിയ ടീച്ചറും വിജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. എല്ലാ വീടുകളിലേക്കും എത്തിയോ? ഞങ്ങൾ ഒരു ഏകദേശം മാഷ് പറഞ്ഞ മാതിരി 5 or 6 റൗണ്ടുകൾ ഓരോ വീടും നടന്നിട്ടുണ്ട്. ഞങ്ങളൊരു പോസ്റ്ററുകളിലും പിന്നെ ബോർഡുകളിലൊക്കെ ഞങ്ങൾ വെച്ചൊരു ക്യാപ്ഷനുണ്ട്, നാടറിയുന്ന നാട്ടുകാരൻ. അത് തീർത്തും അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള സ്വീകരണമാണ് പ്രവീൺ മാഷ്ക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാടിനെ അറിയാം, നാട്ടുകാർക്ക്. ഞങ്ങൾ ഈ മേഖലയിലൊക്കെ പ്രവീൺ മാസ്റ്ററല്ല, ബിജു, സ്വന്തം വീട്ടിലെ സ്വന്തം ബിജു എന്ന രീതിയിലാണ് ഞങ്ങളെ സ്ഥാനാർത്ഥിനെ സ്വീകരിക്കുന്നത്. അത്രയും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ പ്രവീൺ മാഷ് ഇവിടെ വിജയിക്കും, ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ചിലപ്പോൾ കോട്ടക്കൽ നഗരസഭയിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായിരിക്കാനും തോക്കമ്പാറയിൽ സാധ്യത ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനമാണ് സ്ഥാനാർത്ഥിക്ക്. താങ്ക് യു. കോട്ടക്കൽ നഗരസഭയിലെ തോക്കമ്പാറ വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന KM ഖലീലാണ് നമ്മളുടെ കൂടെയുള്ളത്. നമസ്കാരം. എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുകയാണ്. എങ്ങനെയുണ്ട്? ഈ തോക്കമ്പാറ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ കോട്ടയാണ്. ആ കോട്ടയെ പിടിച്ചെടുക്കാൻ എന്ന നിലയിൽ UDF നിയോഗിച്ച വ്യക്തിയാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ KM ഖലീൽ. എങ്ങനെ കാണുന്നു? ഇതൊരു ഇടതുപക്ഷ കോട്ടയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കോട്ട എന്നുള്ളതൊക്കെ ഒരു പഴകിയ വേർഡാണ്. അപ്പോൾ ആളുകളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ മാറ്റമാണ്. ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ് ഈ വാർഡിനകത്ത്. കാരണം വളരെ അടിസ്ഥാനപരമായ വികസനങ്ങൾ പോലും നടന്നിട്ടില്ല. ഏറ്റവും ബേസിക്കായ കാര്യങ്ങൾ പോലും നടക്കാത്തൊരു വാർഡാണ്. അപ്പോൾ ഈ കണ്ണിൽ പൊടിയിടുന്ന എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന ഒരു വാർഡ് എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പോലും ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയായിട്ട് ഇത് സ്വന്തം ചിഹ്നത്തിൽ പോലും മത്സരിക്കാറില്ല. ഇത്തവണയാണ് ആ ഒരു ചിഹ്നത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഞാൻ പറയാം അതിനെക്കുറിച്ച്. എന്തായിരുന്നു ആ സാഹചര്യം? അവിടെ തന്നെ തുടങ്ങാൻ നമുക്ക്. നമ്മൾ മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിലാണ്. UDFിൻ്റെ ഔദ്യോഗികമായ ചിഹ്നത്തിലാണ്, കോണി ചിഹ്നത്തിലാണ്. സാധാരണയായിട്ട് ഇവിടെ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കാറുള്ളത്. തൊട്ടടുത്ത വാർഡിൽ കുർബാനിയിൽ പോലും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരു ചിഹ്നത്തിൽ, ഔദ്യോഗിക ചിഹ്നത്തിൽ വന്നതുകൊണ്ടോ എന്തോ അതിനുശേഷം ഇങ്ങനെ ഒരു ചിഹ്നത്തിലേക്ക് വരാൻ നിർബന്ധിതമായതാണ്. ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് കോട്ടയാവുക? കോട്ടയാണെങ്കിൽ ഇവർ കോട്ടയെന്ന് കാലാകാലങ്ങളായി LDFിനെ പിന്തുണയ്ക്കുന്ന ഒരു വാർഡ് എന്ന് പറയുന്നത് അതോ ആ ഒരു ഉദ്ദേശത്തിൽ LDFിൻ്റെ ഒരു കാലാകാലങ്ങളായി LDFിൻ്റെ കയ്യിലിരിക്കുന്ന വാർഡ് തന്നെയാണ് തോക്കാമ്പാറ. കാലാകാലങ്ങളെന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ 3 ടേമായി. അതിനു മുമ്പ് നഗരസഭ വന്നതിന് ശേഷം തുടർച്ചയായിട്ട് 2 തവണ തുടർച്ചയായിട്ട് UDF സ്വതന്ത്രനായിട്ട് ബഹുമാനപ്പെട്ട കോപ്പ നാരായണൻകുട്ടിയേട്ടൻ വിജയിച്ച ഒരു വാർഡ് കൂടിയാണ്. ഇപ്പോൾ ഈ വാർഡിലെ വോട്ടർമാർ എന്താണ് ആവശ്യപ്പെടുന്നത്? ഏതായാലും 1-ലധികം അല്ലെങ്കിൽ 2-ലധികം തവണ വാർഡിലെല്ലാം പോയി വോട്ടർമാരെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ വാർഡിലെ വോട്ടർമാർ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യപ്പെടുന്നത്? ആദ്യമേ ഞാൻ വന്ന് കാല് കുത്തിയത് തന്നെ ഇവിടുത്തെ ഇടവഴിയിലാണ്. ഏറ്റവും കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനൊക്കെ വേണ്ടി, പ്രത്യേകിച്ച് നമ്മൾ തോക്കാമ്പാറ സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇടവഴിയാണ്.
അത് ഒരു മഴ പെയ്താൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഞാൻ ആദ്യമേ ഈ വാർഡിൽ കാല് കുത്തിയ സമയത്ത് അനുഭവപ്പെട്ട ആദ്യം കേട്ടത് അത്തരം ഒരു ആവശ്യമാണ്. തൊട്ടടുത്തുള്ള ഒരു ഇടവഴിയുണ്ട് അപ്പുറത്ത്, അതും ഇതേ സാഹചര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരുപാട് വഴികൾ സിമ്പിളായിട്ട് തീർക്കാവുന്ന വികസനം പോലും. അപ്പോൾ ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം അത് തീർക്കുക എന്നുള്ളതാണ്. കുടിവെള്ളം വലിയൊരു പ്രശ്നമാണ്. കുടിവെള്ളം ഉണ്ടായിരുന്നൊരു കുടിവെള്ളത്തെ കട്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ റോഡിലൂടെ, ഈ പ്രധാന റോഡിലൂടെ വാട്ടർ അതോറിറ്റിയുടെ ഒരു കുടിവെള്ളം ഉണ്ടായിരുന്നു. അത് ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് കട്ട് ചെയ്തതാണ്. കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് അത് പുനർസ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഇടവഴികൾ കോൺക്രീറ്റ് ചെയ്യുന്നത് മുതൽ കുടിവെള്ളം വരെയുള്ള വലിയ രൂക്ഷമായ പ്രശ്നങ്ങൾ ഈ വാർഡിനകത്തുണ്ട്. അതുതന്നെയാണ് ആളുകളുടെ പ്രധാന പ്രശ്നം. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. എന്താണ് വിജയിച്ചു വരികയാണെങ്കിൽ ഈ വാർഡിലേക്ക് ഒരു യൂത്തിന് എന്ത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്? വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ ആണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു പ്രകടന പത്രിക ഇറക്കിയെന്ന് പക്ഷേ വിശദമായിട്ട് അറിയില്ല. തോക്കാമ്പാറയുടെ നവജാതകം എന്നാണ് നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത്. നമ്മളൊരു പുതിയ ജാതകം മാറ്റി കുറിക്കാൻ പോവാണ്. പുതിയൊരു ജാതകം ഇനി തോക്കാമ്പാറ എങ്ങനെ ആവണം എന്നുള്ളത് നമ്മൾ എഴുതിയിരിക്കണം. അപ്പോൾ അതിൽ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ, കലാകാരന്മാർ എല്ലാവരെയും സ്പർശിക്കുന്ന ഒന്നാണ്. എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. അത്തരം ഒരു പ്രകടന പത്രിക ഒരു പക്ഷേ അങ്ങനെ ഒരു പരീക്ഷണം ആദ്യമായിട്ടായിരിക്കും. ഈ വാർഡിലെ മുഴുവൻ സ്ത്രീകൾക്കും വരുമാന മാർഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പദ്ധതി. നമ്മൾ പെൻ റൈസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. രണ്ടാമത്തൊന്ന് യൂത്തിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടാണ്. യുവാക്കൾ അവർക്ക് വലിയ ആഗ്രഹങ്ങളോട് കൂടി ജീവിക്കുന്നവരാണ്. അവർക്ക് പക്ഷേ തൊഴിൽ കൊടുക്കാൻ നല്ല സർക്കാരുകൾക്കൊന്നും കഴിയുന്നില്ല. നമ്മൾ അവരുടെ ഒരു പാഷൻ കണ്ടെത്തി അതുമായി കണക്ട് ചെയ്യുന്ന, അവരുടെ ഒരു വ്യക്തിത്വത്തിൽ ഇടപെടുന്ന കുറേ പദ്ധതികളാണ് യുവാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഒരു ന്യൂ ജനറേഷൻ ക്ലബ്ബുകൾ തുടങ്ങുക എന്നുള്ളതാണ്. നമ്മളെ ക്ലബ്ബുകളിലൊക്കെ ഇപ്പോഴും ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പുതിയ കുട്ടികൾ അവർ വളരെ അപ്ഡേറ്റഡ് ആണ്, അവർ ടെക്നോളജിയിലാണ്. അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല നാട്ടിലെ ക്ലബ്ബുകൾ. അപ്പോൾ ഞാനതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പുതിയ തലമുറയെ ഉൾക്കൊള്ളുന്ന ക്ലബ്ബുകൾ ആരംഭിക്കും എന്നുള്ളത് യുവാക്കൾക്ക് വേണ്ടി. പ്രത്യേകിച്ചും ഒരു ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നു. പ്രത്യേകിച്ച് 2 അധ്യാപകർ തമ്മിൽ മത്സരിക്കുന്നു. എങ്ങനെ കാണുന്നു? 2 അധ്യാപകരെന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ അധ്യാപകനാണ്. അപ്പോൾ അധ്യാപകനെതിരെ ഒരു ആ അധ്യാപകനെതിരെ തന്നെ മത്സര രംഗത്തെത്തുമ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട അധ്യാപകനാണ് പ്രവീൺ മാഷ്. എന്നെ നമ്മൾ ആദ്യാക്ഷരം പഠിക്കുക എന്നൊക്കെ പറയുന്നത് LP സ്കൂളിൽ നിന്നാണ്. ആ LP സ്കൂളിൽ എന്നെ പഠിപ്പിച്ച വളരെ സൗമ്യനായിട്ടുള്ള, ഒരു നിന്ദ ആവില്ലല്ലോ, നമ്മൾ അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ഞാനൊരു അധ്യാപകനാണ്. 2 അധ്യാപകർ എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ എൻ്റെ അധ്യാപകനെതിരെ ഒരു ശിഷ്യൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. നവാവിഷൻ്റെ പ്രേക്ഷകരോട്, പ്രത്യേകിച്ചും ഈ വാർഡിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ നമ്മൾ തോക്കാമ്പാറയുടെ നവജാതകം എന്ന പേരിൽ ഇറക്കിയിട്ടുള്ള നമ്മുടെ മാനിഫെസ്റ്റോ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കണം. എനിക്ക് പറയാനുള്ളതാണ്. അതേക്കുറിച്ച് ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യപ്പെട്ട് വേണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനെന്നുള്ളതാണ്. അപ്പോൾ കാലത്തിനനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ മാറേണ്ടതുണ്ട്. നമ്മൾ ഈ കാലപ്പഴക്കം ചെന്ന പഴയ രീതികൾ, കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കുക, നടക്കാത്ത വാഗ്ദാനങ്ങൾ, ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളൊരു മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ ആളുകൾ അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് നോക്കും. ഞാൻ പറയുന്നത് ഫണ്ട് വേണ്ട, അതായത് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടോ സർക്കാരിൻ്റെ ഫണ്ടോ ആവശ്യമായ ഒന്നുമല്ല ഞാൻ പറയുന്ന മാനിഫെസ്റ്റോ. വളരെ ക്രിയാത്മകമായി നമുക്ക് തന്നെ നമ്മുടെ ഊർജ്ജം ഉപയോഗിക്കാൻ കഴിയുന്ന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെന്ന നിലയിൽ നമ്മൾ പരസ്പരം ഇടപെട്ടാൽ ചെയ്യാൻ കഴിയുന്ന വലിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. അത്തരം വളരെ വ്യത്യസ്തമായ, ഞാൻ വീണ്ടും പറയാണ്, ഇത്തരം ഒരു മാനിഫെസ്റ്റോ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഒരു ആശയത്തിൽ നിന്നെടുത്ത ഏറ്റവും പുതിയ പദ്ധതികൾ. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് വോട്ടർമാരോട് പറയാനുള്ളത്. എങ്ങനെയുണ്ട് കോട്ടക്കൽ നഗരസഭയിൽ മൊത്തം നോക്കുമ്പോൾ UDFിനൊരു മുന്നേറ്റം എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും കോട്ടക്കൽ നഗരസഭയിൽ LDFന് ഏറ്റവും കുറഞ്ഞ കൗൺസിലർമാരുള്ളൊരു തിരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നുള്ളതാണ്. കാരണം അവരിപ്പോൾ നേരത്തെ കോട്ട എന്നൊക്കെ പറഞ്ഞ പോലെ ഇവരങ്ങനെ വിശ്വസിക്കുന്ന, ഒരു പക്ഷേ കഴിഞ്ഞ 2-3 ടേമായിട്ട് ഇവർ തുടർച്ചയായിട്ട് വിജയിച്ചു വരുന്ന വാർഡുകളിൽ പോലും വലിയ പരാജയം LDFന് ഉണ്ടാവാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്, ഒരു സംശയമില്ല. കാരണം അവർക്കിടയിൽ വലിയ പ്രശ്നമാണ്. CPMനകത്ത് വലിയ പ്രശ്നം. നിലവിലുണ്ടായിരുന്ന ലോക്കൽ കമ്മിറ്റിയെ 2ആയി മുറിച്ചു, സെക്രട്ടറിമാർക്ക് വേണ്ടിയിട്ട് 2ആയി മുറിച്ചു. വലിയ തരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു. 2 കൗൺസിലർമാർ അവിടുന്ന് രാജിവെച്ച് UDFിലേക്ക് വരുന്നു. നിലവിലുള്ളവർ പോലെ പരസ്യമായിട്ട് ഗ്രൂപ്പുകളിൽ പാർട്ടിക്കെതിരെ പറയുന്നു. അങ്ങനെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ ആളുകൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മുന്നണിയായിട്ടാണ് നിലവിൽ LDF കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമായിരിക്കും ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഈ വാർഡിലും
വിജയിക്കുന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ 101% വിശ്വാസമുണ്ട് നമ്മൾ വിജയിക്കുമെന്ന കാര്യത്തിൽ. ആ രീതിയിൽ ആളുകൾ മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും വിജയിക്കും. എങ്ങനെയുണ്ട് ഈ വാർഡിലൊരു പ്രവർത്തനമൊക്കെ? വാർഡിലെ പ്രവർത്തനം ഉഷാറാണ്. ഞങ്ങൾ 100% വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങളെ. കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു LDFന്റെ കയ്യിലിരിക്കുന്ന ഒരു വാർഡാണ്. ഇപ്പോൾ വാർഡ് വിഭജനമൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ഒരു സാധ്യത? കാലാകാലങ്ങളെന്ന് പറയാൻ പറ്റില്ല. 3 തവണ അവർ വിജയിച്ചു. ഇനി ഈ വിജയം ഞങ്ങൾ ഉറപ്പിക്കുന്നു. എന്താണ് പറയാനുള്ളത് സ്ഥാനാർത്ഥിയെ കുറിച്ചൊക്കെ? കാലാകാലങ്ങളായിട്ട് LDF ആണ് ഇവിടെ വിജയിക്കല്. പക്ഷേ 2 പ്രാവശ്യം കോപ്പനാരായണൻ കൂട്ടി ഞങ്ങൾ വിജയിപ്പിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്. സാധാരണ LDFന്റെ സ്ഥാനാർത്ഥികൾ ഇവിടെ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കാറ്. അരിവാൾ ചുറ്റിക നഷ്ടത്തിൽ ഒരിക്കലും അവർ മത്സരിക്കാറില്ല. അവർ ഈ പ്രാവശ്യം മാത്രമാണ് അരിവാൾ ചുറ്റിക നഷ്ടത്വം വെച്ച് ഒരു മത്സരിക്കുന്നത്. അതിന് മുന്നേയുള്ള ഇതൊന്നും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുക. പക്ഷെ അന്ന് തോക്കാൻ പറഞ്ഞ സംബന്ധിച്ചിടത്തോളം ഒരു LDFന്റെ കുത്തകവാട, അല്ലെങ്കിൽ UDFന്റെ കുത്തകവാട, അല്ലെങ്കിൽ ഒരു BJPന്റെ കുത്തകവാട അല്ല ഇത്. മനസ്സിലായി. അത് കോൺഗ്രസ്സുകാർക്ക് ഉണ്ട് 15 ലീഗിനുണ്ട് വോട്ട്. അതേപോലെ CPMന് കുറച്ച് മെമ്പർമാരുണ്ട്, BJP കുറച്ച് മെമ്പർമാരുള്ളൂ. അപ്പോൾ കുറേശ്ശെ മെമ്പർമാരുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിന്തിക്കും. ഒരു മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഊന്ന് ഉറക്കു വെച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഒരു യൂത്തിൻ്റെ പ്രതിനിധിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് ഉള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഈ വാർഡിൽ പ്രവർത്തകർക്ക് ഊർജം കൂട്ടിയിട്ടുണ്ടോ? ആ ഊർജം കൂട്ടിയിട്ടുണ്ട്. കാരണം ഒരു വാർഡൊന്ന് ഇളകിയിട്ടുണ്ടോ? ഇളകിയിട്ടുണ്ട്. പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. കാരണം കാര്യമായിട്ട് എന്നും സ്ഥിര അധ്യാപകനല്ല, താൽക്കാലികമായിട്ട് സ്കൂളിലൊക്കെ പഠിപ്പിക്കുക അങ്ങനെയുള്ളൊരു അധ്യാപകനാണ്. അപ്പോൾ ജനങ്ങളെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു മാഷ് തന്നെ പറയാം വ്യക്തിയാണ് ഈ സ്ഥാനാർത്ഥി. കാരണം ജനങ്ങൾ എന്ത് കാര്യത്തിനും വിളിച്ചാലും അത് മുനിസിപ്പാലിറ്റി ഒപ്പ് കിട്ടണമെങ്കിലൊക്കെ നമ്മൾക്ക് ന്യൂട്രലായിട്ട് ഇങ്ങനെ കാര്യമായിട്ടുള്ള പ്രത്യേക ജോലി ഇല്ലാത്തവരാണ് നമ്മളെ വാർഡിന് ആവശ്യം. അതേ സ്ഥാനത്ത് ഇപ്പോൾ മറ്റുള്ള CPMൻ്റെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി ഉള്ളവരാണ്. ഇത് സ്കൂളുകളിൽ ജോലിയുള്ള ആൾക്കാരാണ്. അവർക്ക് അങ്ങനെ മുഴുവൻ സമയവും പ്രവർത്തനത്തിന് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥാനാർത്ഥികളാണ്. കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, അങ്ങനത്തെ സ്ഥാനാർത്ഥികളാണ്. ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 100% ജനങ്ങളെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കും. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ തയ്യാറുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഗലിയിൽ നിന്ന്. വിജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ്. വിജയിക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. 100% വിജയിക്കും. എന്താണ് പറയാനുള്ളത്? പ്രചരണമൊക്കെ അവസാന ഘട്ടത്തിലായി. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇപ്പം എന്താ തോന്നുന്നത്? നല്ല സപ്പോർട്ടുണ്ട്. നാട്ടുകാരൊക്കെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. മാർഷക്കും തന്നെ നല്ല താല്പര്യമുണ്ട്. നാട് നന്നാക്കി എടുക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. പിന്നെ എല്ലാവരും മാർഷക്കും നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത്തരം കാര്യത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ളതുമാണ്. തുടർന്ന് ഈ നാട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കണം എന്നുള്ളൊരു താല്പര്യവും കൂടെ ഉണ്ട്. മാഷ് വിജയിച്ച് വരികയാണെങ്കിൽ ഇവിടെ ആദ്യം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും മാഷ് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റിലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നമാണ് ഫസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല ഇടവഴികളൊക്കെ ഒരുപാട് ഭാഗങ്ങൾ അവർ ചെയ്യാൻ ഒരുപാട് ബാക്കിയുള്ളതുണ്ട്. അതിനൊക്കെയാണ് മുൻഗണന കൊടുക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും കലീൽ മാഷ് ജയിച്ചു കഴിഞ്ഞാൽ ഈ ഈ വാർഡ് ഇതുവരെ കാണാത്ത പോലെ ഒരു മാറ്റം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനൊരു ജാതകം തുടക്കം കുറിക്കും തീർച്ചയായിട്ടും. എന്താണ് യുവാക്കളായ വോട്ടർമാരുടെ ഭാഗത്തുനിന്നുള്ള യുവാക്കൾ വരണില്ല. പ്രായമുള്ളവരൊക്കെ ഒന്ന് മാറ്റി വെച്ച് യുവാക്കൾ ഇതുപോലത്തെ കലീലിനെ പോലത്തെ യുവാക്കൾ വരണം. കലീൽ നമുക്ക് 4-5 വാഗ്ദാനങ്ങളൊക്കെ ഇവിടെ നൽകിയിരിക്കണം. ഈ വാർഡിൽ വോട്ടുണ്ട് യുവാക്കളൊക്കെ കുറേ വന്നിട്ടുണ്ടോ? ഇപ്രാവശ്യം പുതിയ കന്നി വോട്ടർമാരൊക്കെ ഉണ്ടോ? വോട്ടർമാരുണ്ടാവാനാണ് സാധ്യത, കൂടുതൽ സാധ്യത അങ്ങനെ തന്നെ. എന്തായാലും കലീലിനെ വിജയിപ്പിക്കാൻ കലീൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാറിരിക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞ കുറച്ച് ഇടവഴികൾ കാര്യങ്ങളൊക്കെ ടാറിങ്ങും ഇല്ല, കോൺക്രീറ്റും ഇല്ല, ഒക്കെ ചെയ്തു തരാറിരിക്കണം. ഇതുവരെ ഭരിച്ചിട്ടും ഒന്നും മെച്ചങ്ങളൊന്നും കാണാനില്ല. കലീൽ ഭായി വരട്ടെ, എന്തായാലും ഉഷാറാവട്ടെ. എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണമൊക്കെ? ജനങ്ങളെ പ്രതികരണം അത് മെമ്പർ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ പ്രതികരണം അതുമാതിരി കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുവരും. ബാക്കി മെമ്പറാണ് പറഞ്ഞ വാക്കുകൾ പ്രവർത്തിക്കേണ്ടത്. അതാണ് ഈ വാർഡിലെ ജനങ്ങൾ എന്താണെന്ന് ആവശ്യപ്പെട്ടത്? കുറേ കാലമായിട്ട് LDF ഭരിച്ചിരുന്ന ഒരു വാർഡാണ്. ഇവിടെ ഒരു വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നാണ് അവർ പറഞ്ഞത്? അവർ കൂടുതലായിട്ട് പിന്നെ റോഡുകൾ എല്ലാം കുറച്ചുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഇടവഴി പറഞ്ഞ് അത് കോൺക്രീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഏറ്റവും നല്ലൊരു ചെറുപ്പക്കാരനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ഒരുപാട് കാലങ്ങളായിട്ട് അദ്ദേഹം അവിടെ ആയിരുന്നു. ഒരു 2-3 മാസം അവിടെ താമസിച്ചിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും
കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് അവിടെ ഒരു മാസത്തോളം അവിടെ നിന്നിട്ടാണ് ചെയ്തിരുന്നത്. പിന്നെ ഇത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയൊന്നുമല്ല. ഒരുപാട് ഖലീൽ മാഷ് പറഞ്ഞതുപോലെ കോപ്പ നാരായണൻകുട്ടിയേട്ടനൊക്കെ ജയിച്ചു വന്നൊരു വാർഡാണ്. അപ്പോൾ അഴീക്കോട് KM ഷാജി ജയിച്ച പോലെ തന്നെ ഇപ്രാവശ്യം എന്തായാലും ഖലീൽ മാഷ് ഇവിടെ ഉറപ്പായിട്ടും ജയിച്ചു വരും. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഓക്കെ, അതാണ് ഇതിനൊരു പ്രത്യേകത ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും UDF വിജയിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഖലീൽ മാഷ് പോലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് മുന്നോട്ട് വെച്ചേക്കുന്നല്ലേ നല്ല മത്സരത്തിന്. UDFൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞാൽ 100% പക്കായിട്ട്, അതായത് വിജയിക്കാൻ കഴിവുള്ളതും ചെയ്യാൻ കഴിവുള്ളതും ഒരു വ്യക്തിയാണ്. എന്തായാലും വിജയിക്കുന്നുള്ള ഉറപ്പാണ്. ഇതുപോലെ തോക്കമ്പാറ ഷൈൻ ചെയ്യും. താങ്ക് യു. ഇതുപോലെ തോക്കമ്പാറ ഷൈൻ ചെയ്യും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ. പിന്നെ സ്ഥാനാർത്ഥി ഗിഫ്റ്റ് കൊടുക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. സ്ഥാനാർത്ഥി ഗിഫ്റ്റ് സ്വീകരിക്കാം. താങ്ക് യു നവാവിഷൻ. താങ്ക് യു. എല്ലാവരും കോണി ചിഹ്നത്തിൽ വോട്ട് നൽകി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മുഴുവൻ വോട്ടർമാരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാം. താങ്ക് യു. കോട്ടക്കൽ നഗരസഭയിലെ കുർബാനി വാർഡിലാണ് നമ്മളുള്ളത്. LDFന്റെ സ്ഥാനാർത്ഥി സനില പ്രവീൺ വീണ്ടും ഒരു അംഗത്തിന് പുറപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് അംഗത്തിന് പുറപ്പെട്ടപ്പോൾ വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കുന്നു? ഇരു കൈ നീട്ടി തന്നെയാണോ സ്വീകരിച്ചത്? തീർച്ചയായും ഇരു കൈ നീട്ടി തന്നെയാണ് സ്വീകരണം. ഇപ്പം നിലവിലെ വാർഡ് 32 കുർബാനിയിലെ കൗൺസിലറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭാഗം ഞങ്ങളുടെ വാർഡിൻ്റെ കുർബാനി വാർഡിൻ്റെ ഭാഗമാണ് നിലവിലുള്ള വാർഡിൻ്റെ, അതേപോലെ നിർത്തിക്കൊണ്ടാണ് പുതിയ വാർഡ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വാർഡിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് വാർഡ് 35ലേക്ക് വാർഡ് 2ൻ്റെയും 31-ാം വാർഡിൻ്റെയും ഭാഗങ്ങളാണ്. ചങ്കുവെട്ടിക്കുണ്ടും അതിൻ്റെ സൈഡിലുള്ള ചേർന്ന ഭാഗങ്ങളുമാണ്. അപ്പോൾ അവിടെയാണ് ആദ്യം നമ്മൾ പ്രചരണത്തിൽ പോകുമ്പോൾ കുറച്ചൊരു പരിചയക്കുറവുണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ ചെല്ലുമ്പോൾ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവർക്ക് നമ്മളെ നന്നായി പരിചയമുണ്ട്. ഈ മറ്റ് വാർഡിൽ നിന്ന് കൂട്ടിച്ചേർത്ത ഏരിയ എന്ന് പറഞ്ഞാണ് അവിടെ നിന്നത്. അവിടുത്തെ സാഹചര്യം കൂടെ വിശദമാക്കാൻ പറ്റുമോ? അവിടുത്തെ സാഹചര്യം നല്ല പ്രതികരണമാണ് ആളുകളുടെ അടുത്തുനിന്ന്. ഞാൻ പരിചിതമല്ലാതെ ചെന്നുവെങ്കിൽ പോലും അവർക്ക് നമ്മളെ അറിയാം. നമ്മുടെ കുർബാനി വാർഡിലെ ആളുകൾ പറഞ്ഞിട്ട് അറിയാം, ഞങ്ങൾ കാണുന്നതല്ലേ, ഞങ്ങൾക്ക് അറിയാം എന്നുള്ള ഇതാണ് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരം. അതുകൊണ്ട് തന്നെ നല്ലൊരു വിശ്വാസം നമുക്കുണ്ട്. അവരൊക്കെ എന്താ ആവശ്യപ്പെടുന്നത്? ഇനി വിജയിച്ച് വരികയാണെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടത്? പുതിയതായി വന്ന കൂടുതലും വഴിയുടെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു ഭാഗത്തുള്ള ഒരു വീടുകൾ നമ്മൾ ചെല്ലുമ്പോൾ ആ റോഡ് കുണ്ടും കുഴിയുമായി ആകെ വെള്ളം നിറഞ്ഞു നിന്ന് നടക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും ദുർഘടമാണ്. കുട്ടികൾ മദ്രസയ്ക്ക് പോകുന്നതും ആളുകൾ പുറത്തേക്ക് വേറൊരു ആവശ്യങ്ങൾക്ക് പോകുന്നതൊക്കെ ഈ വെള്ളത്തിൽ ചവിട്ടിയും കൊണ്ട് പോവുകയാണ്. ഇനി വെള്ളമില്ലാത്ത മഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇത് കുണ്ടും കുഴിയായിട്ട് അത്രയും ശോചനീയമായ അവസ്ഥയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, 2-3 ദിവസം മുന്നേ നമ്മളവിടെ ചെന്ന സമയത്ത് മെറ്റലിൻ്റെ പൊടിയൊക്കെ ഇട്ട് ഏകദേശം ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് അനുഭവിച്ചൊരു പോളിഷാണോ? ഒരു പോളിഷ് വർക്ക് പോലെ. കാരണം 2 ദിവസം മുന്നേ നമ്മൾ ചെന്നപ്പോൾ ഇല്ല, ഒരു ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് തലേ ദിവസം മഴ പെയ്ത് ഇതാകെ ശരിക്കും പറഞ്ഞാൽ ആകെ ചളിപിളിയായ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ആളുകൾ കുറേ പരാതിയൊക്കെ എന്നൊക്കെ പറഞ്ഞു. എന്താ വെച്ചാൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വന്നത് അത് ചളിയായി മാറിയെന്നാണ്. അതറിയില്ല, അത് ചെയ്തവരോട് ചോദിക്കേണ്ടി വരും. ഞാനല്ല ചെയ്തിട്ടുള്ളത്, ചെയ്തവരോട് ചോദിക്കേണ്ടി വരും. നിലവിലെ കൗൺസിലർ എന്ന നിലയിൽ ഈ വാർഡിന് വേണ്ടി 5 വർഷം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? 5 വർഷം മുന്നേ കുർബാനിയിലെ കൗൺസിലർ ആവുമ്പോൾ അതെ നിരവധി ആവശ്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് മുന്നിലുള്ള കൗൺസിലർമാർ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി ചെയ്യാനുണ്ടായിരുന്നു. ഒന്നാമത്തെ ഇതുണ്ടായിരുന്നത് നമ്മുടെ ഹെൽത്ത് സെൻ്ററാണ്, സബ് സെൻറ്റർ. വളരെ ശോചനീയമായിട്ട് ബിൽഡിംഗ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. അത് നമുക്ക് നേരെയാക്കാൻ കഴിഞ്ഞു. NHMൻ്റെ ഫണ്ട് വെച്ച് അത് നമുക്ക് നേരെയാക്കാൻ കഴിഞ്ഞു. പിന്നെ അങ്കണവാടി വളരെ ശോചനീയമായ കുടിസ് റൂമിലാണ് 10-30 വർഷമായിട്ടുണ്ടായിരുന്നത്. മുന്നിലുള്ള കൗൺസിലർമാർ അതിനുള്ള ഓരോ ശ്രമങ്ങൾ സ്ഥലത്തിന് വേണ്ടിയൊക്കെ ഒക്കെ ചെയ്തിരുന്നു. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതിൻ്റെ സ്ഥലം കണ്ടെത്താനായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കുർബാനി പോലത്തെ ഒരു സ്ഥലത്ത് ഇത്രയും വിലയുള്ള നമുക്ക് കിട്ടില്ല, വ്യക്തികൾ നമുക്ക് തരില്ല. അപ്പോൾ അങ്ങനെ സർക്കാരിൽ നിന്ന് തന്നെ സ്ഥലം നമ്മൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുകയും അങ്ങനെ നമുക്ക് സ്ഥലം കണ്ടെത്തി കാത്തിരുന്ന് ഞങ്ങളിപ്പോൾ ഇതാ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നല്ല ഒരു അങ്കണവാടി, സ്മാർട്ട് അങ്കണവാടി, 2 AC-യും പിന്നെ ഫ്രിഡ്ജും എല്ലാ സൗകര്യങ്ങളും അടിപൊളി അങ്കണവാടി ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ തുറന്നു കൊടുത്തു. അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. അതുപോലെ റോഡുകൾ ഒക്കെ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രാജാസിൽ ഒരു കുളമുണ്ട്.
ആ കുളത്തിൽ കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അതിനൊരു കൃത്യമായ ഒരു സുരക്ഷാ ഭിത്തി നിർമ്മിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? അത് പലപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഏതൊരു ഫണ്ട് ഉണ്ട് അത് നമുക്ക് ചെയ്യാം, അത് അടുത്ത് തന്നെ ചെയ്യാം എന്നുള്ള അറിയിപ്പാണ് നമ്മൾ അവിടെ ആവശ്യപ്പെടുമ്പോഴൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് പക്ഷേ ഇതേവരെയും കണ്ടിട്ടില്ല. പക്ഷേ ഇനി എന്തായാലും അടുത്തത് നമ്മൾ അതല്ലാതെ തന്നെ വേറൊരു പ്രൊജക്റ്റിന് എന്തെങ്കിലും സമീപിക്കാവും വേണ്ടി വരിക. ഭരണപക്ഷത്തു നിന്ന് ഫണ്ടൊക്കെ വേണ്ട രീതിയിൽ കിട്ടിയിട്ടുണ്ടോ ഈ വാർഡിലേക്ക്? ഭരിക്കുന്നത് UDF ആയിരുന്നു നമുക്കറിയാം. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ചില സമയങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കതിന് മുടക്ക് വരുമ്പോൾ നമ്മൾ സർക്കാരിൽ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഒരു വിഭാഗത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതും സർക്കാർ ഫണ്ട് കൊണ്ടാണ്. ഇവിടെ നിന്ന് കിട്ടുന്നത് നമ്മൾ മാക്സിമം നമ്മൾ ലഭിക്കാൻ വേണ്ടത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ലഭിക്കാത്ത സംഭവങ്ങൾക്കെല്ലാം തന്നെ നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെയും പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിജയിച്ച് വരികയാണെങ്കിൽ ഈ വാർഡിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ആദ്യം എൻ്റെ മനസ്സിലുള്ളത് ഇപ്പോൾ പുതിയ ഭാഗത്തേക്ക് വന്ന സ്ഥലത്തെ റോഡുകളുടെ കുറേ പ്രശ്നങ്ങളുണ്ട്, വഴിയുടെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ വെള്ളം ഒഴുകി പോയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട്. അവിടുത്തെ അങ്കണവാടിയിലേക്ക് നടന്നു വരാൻ കുട്ടികൾക്ക് ഒരു ചെറിയൊരു ഇടവഴി ഞങ്ങൾ കണ്ടു. പക്ഷേ അതിൽ കല്ലും മുട്ടിയും നിറഞ്ഞ് നടക്കാൻ പറ്റുന്നില്ല. പല വീടുകളുടെ മുറ്റത്ത് കൂടെയാണ് അവർ കുട്ടികളായിട്ട് കുഞ്ഞു മക്കളുമായിട്ട് വരുന്നത്. അപ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. കാലങ്ങളായിട്ട് ഞങ്ങൾ അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എൻ്റെ മനസ്സിലുണ്ട്. ആദ്യം ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം. വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ റോഡ് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. ചങ്കുവെട്ടിക്കൊണ്ട് ഭാഗത്തുള്ള ആ വീടുകളിലേക്കുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡ് എന്തായാലും മാറ്റി അവർക്ക് നല്ലൊരു റോഡാക്കി ഗതാഗത യോഗ്യമാക്കി ശാശ്വതമായൊരു പരിഹാരം അവർക്ക് കണ്ടെത്തി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ആദ്യത്തെ ഒരു പ്രയോറിറ്റി എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ചോദിക്കുന്നത്, ഭാര്യയും ഭർത്താവും തൊട്ടടുത്ത വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തേക്ക് വരികയാണ്. ഇത് കുടുംബ ബന്ധത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഒരു പ്രശ്നവുമില്ല. കാരണം രണ്ടുപേരും നല്ല തിരക്കിലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ രണ്ടുപേരും നാട്ടുകാരെ സേവിക്കാൻ ഇറങ്ങാം, മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമില്ല. കാരണം നമുക്കറിയാം പ്രവീൺ മാഷ് 10-30 വർഷമായിട്ട് പൊതുരംഗത്തുള്ള ആളാണ്. സ്വന്തം കുടുംബവുമായി ഒതുങ്ങി കഴിയുന്ന ഒരാളല്ല. 10-30 വർഷമായിട്ട് ഇത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഞാൻ കൗൺസിലർ ആയത് മുതൽ ഇങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെ പൊതുരംഗത്തുണ്ട്. അപ്പോൾ വാർഡിൻ്റെ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് മുന്നോട്ട് പോവാറ്. തുടർന്നും അത് രണ്ടുപേരും എങ്ങനെ ഗംഭീരമായി ചെയ്യാൻ കഴിയുമോ ആ രീതിയിൽ ഞങ്ങൾ രണ്ട് വാർഡുകളുടെയും കാര്യങ്ങൾ നോക്കി ഉഷാറായി തന്നെ പോകും. ഡിസ്കഷനൊക്കെ നടത്തുന്നുണ്ടോ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ? അതൊക്കെ ഉണ്ട്. LDF ഇത്തവണ പിടിച്ചെടുക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ ചർച്ചകളൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകും. കഴിഞ്ഞ തവണ മത്സരരംഗത്താകുമ്പോൾ മാഷും കൂടി കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മാഷ്ക്ക് ടീച്ചറെ കൂടെ വരാൻ സമയം കിട്ടാറുണ്ടാവില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങൾ വാർഡിലെ അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങളെല്ലാവരും ഒന്നിച്ചൊരു ടീമായിട്ട് തന്നെ പോകുന്നത്. മാഷ്ക്ക് മറ്റേ വാർഡ് നോക്കേണ്ടത് കൊണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ്. മാഷ് ആ വാർഡിലേക്ക് പോകുന്നു, ഞങ്ങൾ സ്വതന്ത്രമായി ഇവിടെയും പോകുന്നു. പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ വാർത്തയായി ഇവിടെ രാവിലെ മോർണിംഗിൽ വന്ന എക്സസൈസ് എല്ലാം ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അതൊക്കെ അങ്ങനെ ആസ്വദിച്ച് എല്ലാം രസകരമായി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇത്തവണയും വിജയിക്കുമെന്നുള്ള ഉറച്ച ഈ വാർഡ് വിഭജനം ഒന്നും മത്സരത്തെ ബാധിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതല്ലേ? അങ്ങനെ തന്നെയാണ്. നല്ലൊരു റിസൾട്ട് വരും, അതാണ് കാത്തിരിക്കുന്നത്. നവാബിഷിലെ പ്രേക്ഷകരോട്, ഈ വാർഡിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? 5 വർഷം ഞാൻ എൻ്റെ വാർഡിലെ ആളുകളുടെ കൂടെ എങ്ങനെ നിന്നോ അതിനേക്കാൾ ഉപരി ഒന്നും കൂടെ ചേർന്ന് നിന്നിട്ട് ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ ഒന്നിച്ച് തന്നെ മുന്നേറും. പറയാനുള്ളത്, എങ്ങനെ പോകണു ഇവിടുത്തെ പ്രവർത്തനമൊക്കെ? പ്രവർത്തനമൊക്കെ വളരെ ഉത്സാഹമായിട്ട് പോകുന്നുണ്ട്. വോട്ടർമാരൊക്കെ എന്താ പറയുന്നത്? വോട്ടർമാർക്ക് നല്ല അഭിപ്രായമാണ്. നിലവിൽ ഇവിടുത്തെ നിലവിലുള്ള കൗൺസിലർ തന്നെ ഇവിടെ എല്ലാവർക്കും പരിചയമാണ്. കാരണം മുമ്പ് ഇവിടെ ചെയ്ത വികസനങ്ങൾ ഇപ്പോൾ ടീച്ചർ പറഞ്ഞല്ലോ, ഇവിടുത്തെ അംഗനവാടി ഇപ്പോൾ ചെങ്കോട്ടിക്കൊണ്ട് 2 അംഗനവാടികളുണ്ട്. ആ 2 അംഗനവാടിയുടെ സ്ഥിതി പോയി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം. വളരെ കുട്ടിച്ചായ റൂമിൽ ആ കുട്ടികൾക്ക് പഠിക്കാൻ വയ്യാത്ത വളരെ ബുദ്ധിമുട്ടിയ രീതിയിലാണ് അവിടെ അംഗനവാടികൾ പ്രവർത്തിക്കുന്നത്. അതിന് നേരെ മറിച്ച് നമ്മൾ അംഗനവാടി രാജാസിൽ നിന്ന് സർക്കാരിൻ്റെ സ്ഥലം സ്വീകരിച്ച് രാജാസ് 2 നിലയുള്ള അംഗനവാടി, 2 ASC, 2 ഫ്രിഡ്ജ്, എല്ലാ സൗകര്യവും, കളിസ്ഥലം എല്ലാം ഉള്ളൊരു അംഗനവാടി. മറ്റുള്ള മേഖലകളിലൊക്കെ വികസനം വേണ്ട രീതിയിൽ എത്തിയിട്ടുണ്ടോ? എല്ലാ മേഖലയിലും എത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹെൽത്ത് സെൻറ്റർ ഇവിടെ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, എനിക്ക് പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറയാം. ഹെൽത്ത് സെൻറ്റർ, പൊളിഞ്ഞാടനായ ഹെൽത്ത് സെൻറ്റർ 2 നിലയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ഒരു സിസ്റ്റമൊക്കെ വെച്ച് എല്ലാ ജീവനോടും എല്ലാ മരുന്നുകളും സർക്കാരിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എല്ലാ ആരോഗ്യ മേഖലയിലും
സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. യുവാക്കളായിട്ടുള്ള വോട്ടർമാരുടെയൊക്കെ പ്രതികരണം എങ്ങനെ? അവരുടെയൊക്കെ ആവശ്യം എന്താ? യുവാക്കൾക്ക് സനില ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആവേശമാണ്. ടീച്ചർ വരണമെന്നാണ്. പുതിയ ഭാഗത്ത് നിന്ന് ചെങ്കോട്ടിക്കുന്ന ഭാഗത്തു നിന്ന് ഞങ്ങൾക്കൊരു 100-200ഓളം വോട്ടുകൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കുർബാനി ഭാഗത്തേക്ക്. അവിടുത്തെ അവർക്ക് ചെല്ലുമ്പോഴൊക്കെ നല്ല പ്രതികരണം. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരടക്കം ഞങ്ങൾ ഓരോപ്പം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വോട്ട് ഇങ്ങൾക്കാണ് എന്നുള്ളൊരു അഭിപ്രായമാണ്. സ്ഥാനാർത്ഥിയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ സൈ സ്ഥാനാർത്ഥിയെ കുറ്റം പറയല്ല. സ്ഥാനാർത്ഥിയെ പറ്റി ഇവിടെ ആർക്കും വലിയൊരു പരിചയമില്ല, ആൾ എന്താണെന്നുള്ളതല്ല. അപ്പോൾ ഈ ഭാഗത്തുള്ള കുർബാനി ഭാഗത്തുള്ള വോട്ടുകളൊക്കെ 90% നമ്മൾ LDF അനുഭാവികളാണ്. അതിന് പുറമെ ചെങ്കോട്ടി ഭാഗത്ത് നിന്ന് UDFൻ്റെ അനുഭാവികളായ വോട്ടുകളിൽ തന്നെ ഞങ്ങൾക്കൊരു 50% UDFൻ്റെ വോട്ടുകൾ സനില ടീച്ചർക്കാണ് ചെയ്യുക എന്നുള്ളൊരു അഭിപ്രായത്തിൽ അവിടുത്തെ നാട്ടിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. നല്ല വിശ്വാസമാണ്. കാരണം 5 കൊല്ലം പ്രവർത്തിച്ചാണ് ചെങ്കോട്ടി കൊണ്ട് ഭാഗത്ത് വന്നപ്പോൾ ഈ വള്ളം കെട്ടിക്കേണ്ട ഒരു വീഡിയോ ഒക്കെ എൻ്റെ അടുത്തുണ്ട്. ചെങ്കോട്ടി ഭാഗത്ത് വള്ളം കെട്ടിക്കേണ്ട സ്ഥലം തന്നെ ആൾക്കാർക്ക് നടക്കാൻ കഴിയാതെ തുണി മാടി പിടിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. അത് 40-50 കൊല്ലമായിട്ട് മുസ്ലിം ലീഗിൻ്റെ മെമ്പറാണ് അവിടെ ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു വീടുകൾക്കൊന്നും വെള്ളം വീട്ടിൽ നടക്കാൻ വയ്യാത്തൊരവസ്ഥ ആകുമ്പോൾ സനില അടുത്ത വാർഡായ കുർബാനിയിൽ ചെയ്യുന്ന വികസനങ്ങൾ അവർ കണ്ടിട്ട് അവർ ഞങ്ങളെടുത്ത് വന്നതാണ്. സനില ടീച്ചർ നിൽക്കണം എന്നുള്ള അഭിപ്രായം ഇല്ലായിരുന്നു. ടീച്ചർ കൂടെ ബുദ്ധിമുട്ടുണ്ട്, പറഞ്ഞില്ല, ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ നിന്ന് മത്സരിക്കുമ്പോൾ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ട് ടീച്ചർ മത്സരിക്കാതെ വൈകി മാറിയുന്നതാണ്. ഞങ്ങൾ വോട്ടർമാരുടെ പ്രവർത്തകർ LDF പ്രവർത്തകരായതുകൊണ്ട് വോട്ടർമാരുടെ ഓരോ അഭ്യർത്ഥന ടീച്ചർ തന്നെ വേണം. കുർബാനിക്ക് ടീച്ചർ തന്നെ നിർത്തണട്ടാ. ഞങ്ങൾക്കും കൂടി ചെങ്കട്ടിക്കുണ്ടിൻ്റെ ഭാഗത്തും കൂടി ഒരു വികസനം വരണം. അതിന് ടീച്ചറെ നിർത്തി തന്നെ ഞാൻ പറഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് ടീച്ചർ ഇപ്പോൾ മത്സരിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടാളും ഒരു വീട്ടിൽ നിന്ന് മത്സരിക്കാൻ പാർട്ടിക്ക് അങ്ങനെ അനുഭവമൊന്നുമില്ല. എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. സനില വരണം, സനില ജയിക്കും. എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട്? ലാസ്റ്റ് ഘട്ടമായി അല്ലേ? ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. ഈ അവസാന നിമിഷത്തിൽ എന്താണ് തോന്നുന്നത് മനസ്സിൽ ഈ ഒരു വാർഡിനെ കുറിച്ചും ഇവിടുത്തെ ഒരു വിജയസാധ്യതയെക്കുറിച്ചൊക്കെ? അല്ല, നാട്ടുകാർ നമ്മളിപ്പോൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പുതിയ ഏരിയയാണ് ഇപ്പോൾ വന്നിട്ട് നിലവിലിപ്പോൾ നമ്മളിപ്പോൾ പുതിയ ചെങ്കട്ടിക്കൊണ്ടുന്ന ഏരിയയാണ്. പക്ഷേ ടീച്ചറെ വാർഡ് തന്നെയാണ് തൊട്ടപ്പുറത്തുള്ളത്. റോഡിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാർ പറഞ്ഞിട്ട് നമ്മൾ പറയണ്ട, തൊട്ടപ്പുറത്തുള്ള വാർഡ് നമ്മൾ ആദ്യം ടീച്ചർ എന്ന വാർഡിൽ നിന്ന് തന്നെ ആൾക്കാർ പറയണം ഞങ്ങളുടെ വാർഡിൽ നല്ല വികസനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ എല്ലാവരും പറഞ്ഞു ടീച്ചർ അറിയും. എല്ലായിടത്തും ചെല്ലുമ്പോൾ സംശയമായിരുന്നു ടീച്ചർ അറിയുന്നു. പക്ഷേ എല്ലാവർക്കും ടീച്ചർ അറിയും. ഞങ്ങൾ പുതിയ ഏരിയയാണ് ഇപ്പോൾ തിരിച്ചപ്പോൾ എല്ലാവരും ടീച്ചർക്ക് അറിയും. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എങ്ങനെ പോണു പ്രവർത്തനമൊക്കെ? ഉഷാറായി പോകണ്ടല്ലോ? പ്രവർത്തനമൊക്കെ ഉഷാറായി പോകണം. പിന്നെ ഈ വാർഡ് ഇത്തവണയും LDFൻ്റെ കയ്യിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും. പിന്നെ എന്താ വെച്ചെങ്കിൽ ഇവിടെ ഇവർ പറഞ്ഞതിൽ കൂടാതെ പല കാര്യങ്ങളും പിന്നെയും ചെയ്തിട്ടുണ്ട്. കാരണം ലൈഫ് ഭവനപദ്ധതിയിൽ ഏറ്റവും അധികം ഇവിടെ കുറേ ആൾക്കാർക്ക് ഭവന നിർമ്മാണത്തിൽ കുറേ അതിനൊരു അനുഭവസ്ഥനാണ്. അതുപോലെ പല വാർഡുകളിലും ആ പദ്ധതി വേണ്ട രീതിയിൽ നടപ്പാക്കിയിട്ടില്ല, ലാപ്സായി പോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. 40-ലധികം നമ്മൾ കണക്ഷന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൽ 20-ലധികം ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഫ്രീ ആയിട്ടാണ് വൈഫൈ അവരുടെ വീട്ടിലെത്തുന്നത്. അതിൻ്റെ ഒരു സന്തോഷം അവർക്കുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു പൈസ ചിലവില്ലല്ലോ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ആൾക്കാർക്ക്, അത് നമ്മൾ വ്യക്തികളോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമൊന്നും നോക്കിയിട്ടല്ല, എല്ലാവർക്കും അവർക്ക് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് സനിലേക്കുള്ളൊരു ആക്സെപ്റ്റൻസ്. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? ഉഷാറായി പോകുന്നുണ്ട്? ഉഷാറാണ്. ഞങ്ങളൊരു സ്ഥാനാർത്ഥിയായിട്ടല്ല, ഞാൻ നല്ല ഫ്രണ്ട്ലിയാണ് ടീച്ചർ. എന്ത് കാര്യത്തിനും ടീച്ചർ ഉഷാറാണ്. കഴിഞ്ഞ തവണ വിജയിച്ച് വന്നപ്പോഴും ഈ വാർഡിന് വേണ്ടതൊക്കെ ആവശ്യപ്പെട്ടിരുന്നതൊക്കെ നടന്നിട്ടുണ്ടോ അവിടെ? എല്ലാം നടത്തിയിട്ടുണ്ട്. ആവശ്യപ്പെട്ടതൊക്കെ ടീച്ചർ നടത്തി തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അംഗനവാടി, സ്മാർട്ട് അംഗനവാടി, പിന്നെ റോഡുകൾ, അതൊക്കെ തന്നെ. എന്താ ഞങ്ങളുടെ 32-ാം വാർഡിലെ കൗൺസിലർ എന്ന നിലയ്ക്കല്ല, ഞങ്ങൾക്ക് ഓരോ വീട്ടിലെയും ഒരു അംഗത്തെ പോലെ ടീച്ചർ ഞങ്ങളോട് എല്ലാവരോടും പെരുമാറിയിട്ടുള്ളത്. അതുപോലെ എല്ലാ കാര്യങ്ങളാണെങ്കിലും എന്തൊരാവശ്യം ആര് പറഞ്ഞാലും ഏത് രാത്രിയാണെങ്കിലും അവിടെ എത്തി കാര്യങ്ങൾ പരിഹരിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളൂ ഇന്ന് വരെ. അപ്പോൾ ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമാണ് ഈ വർഷം ടീച്ചറിനെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. താങ്ക് യു. കോട്ടക്കൽ നഗരസഭയിലെ ചെങ്കോട്ടിക്കുണ്ട് വാർഡിലാണ് നമ്മളുള്ളത്. UDF സ്ഥാനാർത്ഥി സാജിദ് മങ്ങാട്ടിൽ നമ്മുടെ കൂടെ ചേരുകയാണ്. നമസ്കാരം. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? വളരെ ഉഷാറായിട്ട് പോകും. ചെങ്കോട്ടിക്കുണ്ട് എന്ന് പറയുന്നത് UDFൻ്റെ ഒരു ഉറച്ച കോട്ടയാണ്. ഇത്തവണ നിലനിർത്തുമ്പോൾ അതൊന്ന് വിള്ളലുണ്ടാക്കാൻ പറ്റുമോ? അങ്ങനൊരു വലിയൊരു അവകാശവാദം ഞങ്ങൾക്കില്ല. എന്നാലും UDFൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ചെങ്കോട്ടിക്കുണ്ട് പ്രദേശത്തുള്ള ആളുകൾ. കാലകാലങ്ങളിൽ മത്സരം എങ്ങനെയുണ്ട്? മത്സരം കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഉണ്ട്. എതിർകക്ഷി യാത്ര മോശമായിട്ട് ഞങ്ങൾ പറയണമെന്നില്ല. എതിർഭാഗത്തും ശക്തമായിട്ട് നമ്മോട് മത്സരിക്കാൻ ആളുണ്ട്. അങ്ങനെ ഒരു അപ്പുറത്ത് എതിർകക്ഷി മോശമെന്നൊരു തോന്നലും നമുക്കില്ല. മുമ്പ്
വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ ട്രഷററാണ്, മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ ട്രഷററാണ്. ഇപ്പോൾ ചെങ്കോട്ടിക്കുണ്ട് വാർഡിൽ മത്സരരംഗത്തേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്താണ് ഇനി ഈ വാർഡിലേക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ചത് കാലാകാലങ്ങളിലായിട്ട് ഇവിടുന്ന് വിജയിച്ചു വന്ന UDFൻ്റെ സ്ഥാനാർത്ഥികളാണ്, അല്ലെങ്കിൽ മെമ്പർമാരുമാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇവിടെ വേണ്ടത് നോക്കി എന്താണ് വികസനം വേണ്ടത് നോക്കി അത് ചെയ്ത് മുന്നോട്ട് പോകും. കഴിഞ്ഞ 5 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതായത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ വാർഡിൽ തന്നെ ആയിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വാർഡിലായിരുന്നു, മുമ്പ് വിദ്യാഭ്യാസ ഇതിങ്ങനെ അതിൻ്റെ ഈ വാർഡിന് വേണ്ടി ഇങ്ങനെ എടുത്തു വെച്ചതാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അല്ല, അത് കാലാകാലങ്ങളായിട്ട് പാർട്ടി പരിശോധിച്ച് വേണ്ട കൊടുക്കേണ്ട ആരാന്ന് വെച്ചാൽ അപ്പോൾ അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചൊക്കെ അന്ന് ജയിച്ചു വരുന്ന ആളുകളെ നോക്കി പരിശോധിച്ച് പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് എടുത്തു വെച്ചും പറയാൻ പറ്റും. ചിലപ്പോൾ പല ഭാഗത്തും പല മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കും. അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ സംഭവിച്ചിടത്തോളം ഈ നാടിൻ്റെ വികസനം, ഇവിടുത്തെ വികസനങ്ങൾ ഇപ്പോൾ പലരും വികസനത്തിന് വേണ്ടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്കെതിരെ മത്സരിക്കുന്ന ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും നമുക്ക് മറുപടിയില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ വികസനങ്ങൾ ചെയ്തത് ആരാണെന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹത്തിലാണ്. ഇവിടുത്തെ റോഡാണെങ്കിലും പാലങ്ങളാണെങ്കിലും തോടുകളാണെങ്കിലും എന്താണെങ്കിലും വഴികളാണെങ്കിലും ഇവിടുത്തെ ഓരോ ഓരോ വീടിൻ്റെ മുന്നിലേക്കും വാഹനം എത്തുന്ന രൂപത്തിലേക്ക് 1, 2, 3 വീടുകൾ മാറ്റി നിർത്തിയാൽ അവിടുത്തെ സ്ഥലങ്ങൾ വിട്ട് കിട്ടാത്ത പ്രശ്നമുണ്ട്. ആ മാറ്റി നിർത്തിയാൽ മുഴുവൻ വീടിൻ്റെ മുന്നിലേക്കും വാഹനങ്ങൾ 4 ചക്രം വാഹനങ്ങൾ കടന്നു ചെന്നാൽ സംവിധാനം ഒരുക്കിയത് ഞങ്ങൾ എന്ന് പറഞ്ഞ UDF സംവിധാനം. അത് ഞങ്ങൾ ഒരു സംശയമില്ല, അത് ഇവിടുത്തെ പൊതുസമൂഹത്തിനറിയാം. വേറെ ആരും എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇവിടുത്തെ പൊതുസമൂഹം വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വോട്ട് അഭ്യർത്ഥിച്ച് ഇറങ്ങി പുറപ്പെടുന്നത്. ഇപ്പോൾ എല്ലായിടത്തുള്ള ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. ഈ വാർഡിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്, കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ളത്തിൻ്റെ സോഴ്സ് പരിശോധിച്ച് കിട്ടുന്നത് മാത്രമേ അതിൻ്റെ ശാശ്വതമായ പരിഹാരത്തിൽ എത്താൻ സാധിക്കുള്ളൂ. പിന്നെ മിനി കുടിവെള്ള പദ്ധതികൾ ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അതൊക്കെ ചിലയിടത്ത് ഫെയിലറായി പോകുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രദേശത്തിൻ്റെ ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചിലപ്പോൾ പാടത്തിൻ്റെ വക്കിൽ പോലും ചിലപ്പോൾ കുടിവെള്ളം അത്ര കൃത്യമായിട്ട് അതിൻ്റെ സോഴ്സ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ അത് പരിശോധിച്ച് അങ്ങനത്തെ സ്ഥലങ്ങളിൽ അത് പൂർത്തീകരണത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു ചിന്ത ഈ തിരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ മുന്നിലുണ്ട്. അതിൽ വലിയ നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആളുകൾക്ക് ആവശ്യമുള്ളത് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജീവവായു പോലത്തുള്ളൊരു അത്യാവശ്യ ഘടകമാണ്. കോട്ടക്കൽ നഗരസഭയിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ രണ്ട് ഫേസുകളാണ് ഉയർത്തി കാണിക്കുന്നത്. ഒന്ന് KK നാസർ, അത് കഴിഞ്ഞാൽ സാധ്യത മങ്ങാട്ടിൽ എന്നാണ്. എന്തായിരിക്കും സാധ്യത? അങ്ങനെ ഫേസ് പ്രത്യേകിച്ച് ആരും ഉയർത്തിക്കാട്ടി തമ്മ അറിവില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് പാർട്ടിയുടെ ഭൂരിപക്ഷവും കാര്യങ്ങൾ പരിശോധിച്ച് സാധാരണഗതിയിൽ പാർട്ടി ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ജില്ലാ സംസ്ഥാന ഘടകങ്ങളൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്യാറ്. ഇത് മുനിസിപ്പൽ കമ്മിറ്റി ആലോചിക്കും, മണ്ഡലം കമ്മിറ്റി ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ജില്ലാ കമ്മിറ്റിയുണ്ടൊക്കെ അത് അവർ കണ്ടെത്തും. പ്രത്യേകിച്ച് ഫേസൊന്നുമില്ല. ഇവിടെ 35 ആൾ ജയിച്ചാൽ UDFൻ്റെ മത്സരിക്കുന്ന 35 ആളുകളും എല്ലാ സ്ഥാനങ്ങളിലേക്കും യോഗ്യരാണ്. എങ്ങനെയുണ്ട്? പല വാർഡുകളിൽ ശക്തമായ മത്സരം നടക്കുന്നു. UDFൻ്റെ ഉറച്ച വാർഡുകളിൽ പോലും ഇത്തവണ ശക്തമായ ഒരു മത്സരം നടക്കുന്നു. അത് കഴിഞ്ഞ കാലങ്ങളിലുള്ള UDFൻ്റെ ഒരു പരാജയം അല്ലെങ്കിൽ അവരുടെ ഒരു നിഷ്ക്രിയത്വം ആയി കാണാൻ കഴിയും? ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ UDFനെതിരെ കാലകാലങ്ങളിലായിട്ട് ഒരു കൂട്ട് മുന്നണി കടന്നു വരാറുണ്ട്. അതിൻ്റെ ഭാഗം നമുക്കറിയാം. 1-ാം വാർഡിലും 2-ാം വാർഡിലും 3-ാം വാർഡിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ അതുപോലെ തന്നെ നമ്മളെ ഈ വാർഡിലടക്കം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം 2-ാം വാർഡിലും 3-ാം വാർഡിൽ ആരാ മത്സരിക്കുന്നത്? CPMനോட സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഈ CPMനാണോ SDPIക്കാണോ അവിടെ സ്ഥാനാർത്ഥി എന്നുള്ളത് പോലും വ്യക്തമായിട്ടൊരു ബോധ്യം അവിടുത്തെ വോട്ടർമാർക്കില്ല. UDFനെ ഉയർത്തി കാണിക്കാൻ സ്ഥാനാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ ആരാണ് കൗൺസിലർ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്കൊക്കെ അവിടെ മത്സരിക്കുന്ന ആളുകളുണ്ട്. അപ്പുറത്ത് മത്സരിക്കുന്ന ആളുകളെ പരിശോധിച്ച് നോക്കുമ്പോൾ CPM പറയും ഞങ്ങൾ SDPI ആയിട്ട് കൂട്ടില്ല. CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി SDPIൻ്റെ ആളുകൾ മുന്നിട്ടിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നു. ഇപ്പുറത്ത് SDPIൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി CPM വോട്ട് അഭ്യർത്ഥിക്കുന്നു. പേരിനൊരു നോമിനൽ സ്ഥാനാർത്ഥിയെ അവരൊക്കെ അപ്പുറത്ത് നിർത്തിയിട്ട് അതിൻ്റെ പേര് പോലും ഇന്ന് ആ വാർഡിലെ ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു കൂട്ട് മുന്നണി അല്ലെങ്കിൽ സാമ്പാർ മുന്നണി എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്നും UDFനെ എതിർക്കുക അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ എതിർക്കാൻ വേണ്ടി അതൊരു അജണ്ടയാക്കി കൊണ്ടുനടക്കുന്ന ഒരാളുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മത്സരം ടൈറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഒരു വിഭാഗം ഒന്നടങ്കം ഞാൻ പറയട്ടെ, ഈ ആളുകൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇവിടെ ഈ വാർഡിൽ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടെ തോറ്റാലും ജയിച്ചാലും ഇവിടെ മത്സരിച്ച് ഞാൻ മത്സരിക്കുക, ഞാൻ ഇവിടെ തോറ്റാലും ജയിച്ചാലും
ഇവിടുത്തെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഇവിടുത്തെ UDF ഈ വാർഡിൽ ലൈവാണ്, ഈ ഗ്രൗണ്ടിലുണ്ട്. ഇവിടുത്തെ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ SIRൻ്റെ പ്രശ്നങ്ങൾ കടന്നു വന്നു. മുസ്ലിം ലീഗ് ഓഫീസായിരുന്നു അതിൻ്റെ ഒരു ക്യാമ്പ് ഓഫീസ്. ഇവിടുത്തെ മുഴുവൻ ആളുകളും ഇപ്പോൾ നമുക്ക് വോട്ട് ചെയ്യും എന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ വരെ അവിടെ വന്ന് കാര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ട് ആളുകൾ നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ അടുത്താണ് ഈ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പ്രാപ്തരായ ആളുകൾ ഇവിടുത്തെ UDF ആളുകളെന്ന് അവർക്കറിയാം. നേരെ മറിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു 15 ദിവസത്തിൽ വരെ കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിൽ 5 കൊല്ലം കൂടുമ്പോൾ 15 ദിവസത്തിൽ കടന്നു വരുന്ന ആളുകൾ അവർക്ക് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നാടിന് കൊടുക്കുക. പക്ഷേ ഒരിക്കലും സംഭവിക്കാത്ത കാര്യത്തിന് വേണ്ടി അവരിറങ്ങി പുറപ്പെടുന്നത്. അവർ വരുമ്പോൾ നമുക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പരാതിയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ സന്ദീപിന് ഈ വാർഡിൽ വന്നിട്ട് നോമിനേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളെ പറ്റി പരാതി ഉണ്ടാവില്ല. നേരെ മറിച്ച് ലൈവായിട്ട് 5 കൊല്ലം ഈ വാർഡിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പരാതികളുണ്ടാവും. മത്സരത്തിൽ ഞാൻ ഇറങ്ങിയാലോ ഒരു കുഴപ്പമില്ല, അതിന് നമുക്കെതിരെ എതിർപ്പില്ല. ആർക്ക് വേണമെങ്കിൽ എവിടെ നോമിനേഷൻ കൊടുക്കുക, അതിനൊക്കെ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പണ്ടേ ഇവിടെ ലൈവായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കാരണവന്മാർ, എൻ്റെ നേതാക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ വാർഡിൽ ലൈവാണ്. ഇവിടെ ഞങ്ങൾ ഈ കൂടുതൽ ആര് നിന്നാലും ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില പരാതികളുണ്ടാവും. ചിലപ്പോൾ അത് ചെയ്തില്ല, ഇത് ചെയ്താൽ. നേരെ മറിച്ച് മറ്റുള്ള 15 ദിവസത്തെ ആളുകൾ ഈ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കടലാസ് പോലും ഒരാൾക്ക് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് ഈ പൊതുസമൂഹത്തോട് പറയാനുള്ളത്? ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ആ സമയത്ത് വന്നിട്ട് ഞങ്ങളിതൊക്കെ ചെയ്യാൻ പോകുന്നു, ഇവിടുത്തെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ അതായത് ഇവിടുത്തെ ഐക്യ ജനാധിപത്യവും UDF മുസ്ലിം ലീഗും ഉണ്ടാക്കിയ വികസനത്തിൻ്റെ അതിലൂടെ വണ്ടി ഓടിച്ച് ഒരു ഊടുവഴികളിലൂടെ 4 ചക്രമുള്ള വാഹനം ഓടിച്ച് ഇവിടെ എന്ത് വികസനം ഉണ്ടായെന്ന് ചോദിക്കുക. അവരോടൊക്കെ ഞങ്ങൾ മറുപടി ഒന്നും പറയില്ല. അവർക്ക് ഒന്നും ചെയ്യാത്ത സമയത്തോടെ എന്ത് വിളിച്ചു പറയാം. കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നതായിരുന്നു നേതൃത്വം. ഇന്നും നമ്മുടെ അടുത്ത് ഫയലുള്ളതാണ്. 5 വർഷം ഇനി ചെയർപേഴ്സൺ മാറില്ല, ഒരു ചെയർപേഴ്സൺ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ അതേ നേതൃത്വം 3 വർഷത്തിൽ ഒരു മാറ്റാൻ തുനിഞ്ഞപ്പോൾ ലീഗിൻ്റെ ആളുകളുടെ ഒപ്പം LDFൻ്റെ ആളുകളുടെയും പിന്തുണയോട് കൂടിയിട്ട് ഒരു ഭരണസമിതി അധികാരത്തിൽ വരുന്നു. ആ ഭരണസമിതി മാറ്റി വീണ്ടും ഒരു 2 വർഷത്തേക്ക് UDFൻ്റെ തന്നെ അധികാരം വരുന്നു. അങ്ങനെ വെച്ചാൽ ചെയർപേഴ്സൺമാർ 3ആയി. അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? അതിന് പ്രത്യേകിച്ചൊരു സാഹചര്യമില്ല. സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു ഭരണസമിതി അധികാരം ഏൽക്കുമ്പോൾ അതിൽ ആ സമയത്ത് ഉള്ള സാഹചര്യം ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞ് ആ സാഹചര്യം ആവില്ല നിലനിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ സംവിധാനമാണ്. ഇതിനകത്ത് നമുക്കറിയാം ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു കാരണങ്ങൾ കൊണ്ട് മാറിക്കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യത്തിനനുസരിച്ച് അത് മാറിക്കൊടുത്തുണ്ടാവാം. പിന്നീട് വന്ന ഭരണസമിതിയിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. പിന്നെ അടഞ്ഞ അധ്യായമാണ്. അത് സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ ഇടപെട്ട് ആ വിഷയം അവസാനിച്ച് ക്ലോസ് ചെയ്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ അധ്യായമാണ്. ഇവിടുത്തെ സംസാരങ്ങളൊന്നും ആവശ്യം. എങ്ങനെയുണ്ട് ഇപ്പോൾ ചെങ്കോട്ടി കൊണ്ടുപാട്? നല്ല അനുകൂലമായ ഒരു കാറ്റ് തന്നെയാണോ അടിക്കുന്നത്? ഇവിടുത്തെ പൊതുസമൂഹം മുസ്ലിം ലീഗ് ഐക്യജനാധിപത്യ മുന്നണിയൊന്നുമല്ല, ഇവിടുത്തെ പൊതുസമൂഹം ഞങ്ങൾ വിശ്വാസർപ്പിച്ച ആളുകളാണ്. അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഇവിടുത്തെ ആളുകൾ ഞങ്ങളോട് സഹകരിക്കും, അവർ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൂടെ നിൽക്കുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അത് ഞങ്ങൾ 13-ാം തീയതി ഇവിടുത്തെ ആളുകളുടെ ആ വിശ്വാസം തെളിയിച്ചു എന്നുള്ളത് നമുക്ക് റിസൾട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും. എന്താണ് ഈ വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത്? കൃത്യമായിട്ട് നമ്മൾ ഒരു ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ മുന്നിൽ ഇതുവരെ കടന്നു ചെന്നിട്ടില്ല. ഈ 5 വർഷം ഇവിടുത്തെ ആളുകളുടെ കൂടെ ഞങ്ങളുണ്ടാവും. അവിടെ പ്രശ്നങ്ങളിൽ അവരുടെ കൂടെ ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ടാവും. മേജറായിട്ടുള്ള പദ്ധതികൾ ആലോചിച്ച് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇവിടുത്തെ ഈ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾ പരിശോധിച്ച് അത് കൊണ്ടുവരാൻ ശ്രമിക്കും എന്നീ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ച മിനി കുടിവെള്ള പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളുടെ ബുദ്ധിമുട്ടുകളിലെടുത്ത് അത് പ്രത്യേകം നോട്ട് ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കും. അവസാനമായിട്ട് പറയാനുള്ളത്, ഇവിടുത്തെ ആളുകളോട് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇവിടെ എന്നല്ല കോട്ടക്കൽ നഗരസഭയിൽ മത്സരിക്കുന്ന മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കും അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്ത്, പ്രത്യേകിച്ച് ഈ വാർഡിൽ കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് തായ്മയോടുകൂടി അപേക്ഷിക്കുന്നു. അതോടൊപ്പം മുനിസിപ്പാലിറ്റിയിലെ ഞങ്ങളുടെ വിവിധ വാർഡുകൾ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതിലൊരു പ്രത്യേകത തോന്നിയത് എന്താ അറിയോ? എല്ലാവരും അവരവർക്ക് ജയിക്കണമെന്ന് പറയുമ്പോൾ ഈ താങ്കൾ
മൊത്തമായിട്ട് പറഞ്ഞു അതിനോടൊപ്പം തന്നെ എന്ന് പറഞ്ഞു ഒരു വേടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. എല്ലാവരും അവരവരുടെ കാര്യം പറഞ്ഞിട്ടായിരുന്നു. ഞാൻ നിങ്ങൾ അതിനോട് സൂചിപ്പിച്ചു കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ ട്രഷററാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ UDFൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ നിലയ്ക്ക് എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. എല്ലാവിധ ആശംസകളും. എന്താ പറയാനുള്ളത് ഈ ചങ്കുവെട്ടി വാർഡിനെ കുറിച്ചിട്ടാണ്? ഈ ചങ്കുവെട്ടിക്കുണ്ട് വാർഡിനെ പറ്റി ഞങ്ങളിവിടെ ഒരുപാട് കാലമായി. ഇപ്പോൾ സാജി തന്നെ 1-2 പ്രാവശ്യം മത്സരിച്ച് പിന്നെ എപ്പോഴും ഇവർ എടുത്തു പറയാനായിട്ട് എന്തൊക്കെ വികസനങ്ങളാണ് ഈ വാർഡിലേക്ക് കൊണ്ടുവന്നത്? എടുത്തു പറയാനായിട്ട് ഇവിടുത്തെ റോഡുകളാണ് കാര്യമായിട്ട്. ഇവിടേക്കൊക്കെ ഇറങ്ങിയെന്ന് ചെറിയ വഴികളായിരുന്നു, കുണ്ടായിരുന്നു. ഒരു കുട്ടികൾക്കോ വലിയവർക്കോ നടക്കാൻ കഴിയാത്തൊരു സ്ഥിതിയായിരുന്നു ഇവിടെ. ഇതൊക്കെ റോഡായി. ഇപ്പോൾ നമ്മളെ ഔഷധി റോഡ് അതൊക്കെ ഒരു ചെറിയ ഇടവഴിയായിരുന്നു. ഇറങ്ങാനും കയറാനൊന്നും വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ റോഡായി. പിന്നെ ഈ അജന്ത കുണ്ട് അതൊക്കെ റോഡായി. എല്ലാ റോഡും ഇവിടെ ഫുള്ള് റോഡായി. എവിടേക്കും റോഡിൻ്റെ ഒരു ആവശ്യം ഇവിടെ വന്നിട്ടില്ല. അതാണ് ഇവിടെ വലിയ വികസനം. അതാണ് നമുക്ക് റോഡാണല്ലോ ഇവിടെ വേണ്ടത്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഇനി എന്താണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്? ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ അവരെന്താണ് പറയുന്നത്? ആളുകളുടെ ആവശ്യങ്ങൾ പലതാണ്. പ്രധാനമായും നേരത്തെ പറഞ്ഞ പോലെ കുടിവെള്ളം ചില ഭാഗങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾക്ക് ഈ ഭാഗങ്ങളിലൊന്നും പ്രശ്നങ്ങളില്ലെങ്കിലും പല ഭാഗങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പരിഹരിക്കാൻ കഴിയുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ശ്രമിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു വാർഡിലെ പ്രചരണമൊക്കെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഞങ്ങൾ വളരെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാ വോട്ടർമാരെയും ചെന്ന് കണ്ടു? എല്ലാ വോട്ടർമാരെയും നേരിട്ട് സംസാരിച്ചു. നല്ല പ്രതികരണം? വളരെ നല്ല പ്രതികരണം. ഘട്ടത്തിലായിരിക്കുകയാണ്. ക്ഷീണിച്ചോ? അത്രയും ഒരു നല്ല രീതിയിലുള്ള പ്രചരണമാണ് ഈ വാർഡിൽ നടന്നതെന്നാണ് നമ്മൾ അറിഞ്ഞത്. നല്ല പ്രചരണം നടന്നിട്ടുണ്ട്. ക്ഷീണിക്കാനൊന്നുമില്ല. ഞങ്ങൾ ഇലക്ഷൻ അല്ലെങ്കിലും ഇലക്ഷൻ്റെ മുന്നായാലും ഞങ്ങൾ എന്നും ഇതേപോലെ വാർഡിൽ പ്രവർത്തിക്കുന്നു. ജനങ്ങളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? എന്തായാലും ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലത്തെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. സ്ഥാനാർത്ഥികൾക്ക് ഷൈനെക്സ് നൽകുന്ന ഒരു ചെറിയ സ്നേഹോപഹാരം. എല്ലാവിധ ആശംസകളും നേരുന്നു. കോട്ടക്കൽ നഗരസഭയിലെ തോക്കാമ്പാറയിലെയും മൈത്രി നഗറിലെയും NDA സ്ഥാനാർത്ഥികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. 2 വാർഡും അതെ, BJPയുടെ ഒന്നും BJPയുടെ മുൻ കൗൺസിലറാണ്. നിലവിൽ 2 വാർഡുകളാണ് NDAയുടെ കയ്യിലുള്ളത്. അത് ഒന്ന് മൈത്രി നഗറാണ്, അവിടുത്തെ നിലവിലെ കൗൺസിലറാണ്. ഇപ്പോൾ തോക്കാമ്പാറയിൽ നിന്ന് ജനവിധി പോകുന്നത്. എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? നല്ല രീതിയിൽ പോകുന്നുണ്ട്. തോക്കാമ്പാറയിൽ നല്ല ശക്തമായൊരു മത്സരം തന്നെയാവും ഇക്കുറി ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ ജനങ്ങളെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പ്രത്യേകിച്ച് എന്ന് പറയുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ കുടിവെള്ളം കിട്ടുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ കുടിവെള്ളം കിട്ടുന്നില്ല. അതാണ് മെയിനായിട്ട് അവർ പറയുന്നത്. പിന്നെ കുട്ടികൾക്ക് നടക്കാൻ ഒരു തോക്കാമ്പാറ രാജാസ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് നടക്കാൻ ശരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാം, അവിടെ ഒരു നടവഴി ഇല്ല. 2 ഭാഗം കാട് പിടിച്ചാണ് കിടക്കുന്നത്. ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് കൂടെ കുട്ടികൾക്ക് നടക്കാൻ പറ്റുമോ? മെയിൻ സ്ഥലത്ത് കൂടെയൊക്കെ വാഹനങ്ങൾ അത് കൂടുതൽ നല്ല സ്പീഡിലാണ് വാഹനങ്ങൾ പോകുന്നത്. എപ്പോഴും അപകടം സംഭവിക്കാം. ഇതിനൊരു പരിഹാരം ഇതുവരെയായിട്ടും തോക്കാമ്പാറയിലുള്ള കൗൺസിലർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷ തന്നെ 100% വിജയിക്കുമെന്ന് തന്നെയാണ്. അവിടുത്തെ ജനങ്ങൾ നമ്മൾ കയ്യിൽ എടുത്തിട്ടുണ്ട് ഇതുവരെയായിട്ടും. കഴിഞ്ഞ 5 വർഷം മൈത്രി നഗർ വാർഡിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ്? അവിടെ നഗരസഞ്ചയം പദ്ധതിയിലൂടെ 50 ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ട് അനശ്വര ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിലൂടെ പുതിയ റോഡ് കൊണ്ടുവന്നു. പിന്നെ സംഗീത തിയേറ്ററിൻ്റെ ആ ഭാഗത്ത് പുതിയ റോഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമർ മാറ്റിവെച്ചു. 650 മീറ്റർ ABC കേബിൾ വലിപ്പിച്ചു. പിന്നെ പലവിധ വികസനങ്ങളും നടത്തിയിട്ടുണ്ട്. എല്ലാ ജനങ്ങൾക്കും യഥാസമയം പെൻഷൻ കാര്യങ്ങളൊക്കെ അവരറിയാതെ തന്നെ വയോജനങ്ങൾക്ക് മസ്റ്ററിങ് നടത്തി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പം ഇനി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ടായി മാറുമെന്ന പ്രതീക്ഷ 100%.
മൈത്രി നഗർ കുറച്ച് വർഷങ്ങൾ അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പിലും നഗരസഭ വന്ന ശേഷം എൻഡിഎയുടെ കയ്യിൽ ഭദ്രമാണ്. ഇത്തവണ നിലനിർത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. വിശ്വാസത്തിലാണ്. നമ്മളെ പിന്നെ 30-ാം വാർഡിൽ നിന്ന് കുറച്ച് ഭാഗം വന്നിട്ടുണ്ട്. പിന്നെ 6-ാം വാർഡിൽ നിന്ന് കുറച്ച് ഭാഗം പോയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും ആ ശുഭപ്രതീക്ഷ ഉണ്ട്. മൈത്രി നഗർ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു തീർച്ചയായിട്ടും തീരുമാനത്തിലാണോ? അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാൽ എല്ലാ വോട്ടർമാരും എനിക്കറിയാം, എല്ലാ വോട്ടർമാരും എനിക്കും അറിയാം. അങ്ങനെ എന്നെ അറിയുന്ന ആൾക്കാരും അവരെ അറിയുന്ന ആൾക്കാരും, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. തീർച്ചയായിട്ടും വിജയിക്കും, ഉറപ്പാണ്. ജനങ്ങളെ അറിയുന്ന അങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റാണ് ഞങ്ങൾ NDA നിർത്തിയിട്ടുള്ളത്. തീർച്ചയായും എന്ത് മുൻനിർത്തിയാണ് വോട്ടർമാരെ കാണുന്നത്? ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ വികസിത കേരളം എന്നുള്ള ഒരു കാഴ്ചപ്പാട്, വികസിത കോട്ടക്കൽ, അതാണ് ഞങ്ങളുടെ ദൗത്യം. അതുകൊണ്ട് ഇപ്പോൾ രണ്ട് വാർഡിൽ നിന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും അത് മുന്നോട്ട് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാകുക. കാരണം കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്നൊരു സിറ്റിയാണ്. പക്ഷേ അതിനനുസൃതമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഇല്ല. രണ്ടാമത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ട കായിക മേഖലയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി? ഇല്ലല്ലോ. ആകെയുള്ളത് ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജാസ് ഹൈസ്കൂളിലെ ഗ്രൗണ്ടാണ്. എന്തൊക്കെ സ്കീമുകൾ കൊണ്ടുവരാം ഇവിടേക്ക്? ആ രാജാസ് ഹൈസ്കൂൾ ഗ്രൗണ്ട് ശരിക്കും സിന്തറ്റിക് ട്രാക്ക് പോലും കൊണ്ടുവരാൻ സൗകര്യമുള്ള സ്ഥലമാണ്. കാരണം കുട്ടികളെ ആ മേഖലയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവർ ലഹരിയുടെ മേഖലയിലേക്ക് പോകാതിരിക്കുകയുള്ളൂ. കാരണം അവർ വേറെ മേഖലയിലേക്ക് പോകുന്നത് അവർക്ക് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അത് വളർത്തി വലുതാക്കുന്നതിൽ നഗരസഭ പരാജയപ്പെട്ടു പോയി എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത്? തോക്കാമ്പറയിൽ ലഹരി മുക്ത ക്യാമ്പയിൻ നടത്തും. കുട്ടികൾക്ക് യഥാസമയം റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കാനുള്ള സൗകര്യം ഒരുക്കും. അതേസമയം നിലവിലുള്ള കുടിവെള്ളം എല്ലായിടത്തും എത്താനുള്ള സംവിധാനം ഒരുക്കും. അമൃത് പദ്ധതിയിലൂടെ എല്ലായിടത്തും വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നും ആണ് പറയുന്നത്. ഓക്കെ, എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത്? വോട്ടർമാർ ഒന്നും അവർക്ക് പരാതിയില്ല. മൈത്രി നഗറിൽ ഒരാൾക്കും ഒരു പരാതിയില്ല. അപ്പോൾ അവരെ പരാതി ഇല്ലാത്തൊരു ഒരു നഗരസഭയിലെ ഒരു വാർഡാണ് മൈത്രി നഗർ. അതിന് നിലനിർത്താൻ തുടർന്ന് ഒരു പരാതിയില്ല, അതറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വിജയിക്കുമെന്ന പ്രതീക്ഷ. ഒരു സമ്മാനം തരുന്നു. ഓക്കെ, എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ. നായടിപ്പാറ വാർഡിലെ LDF സ്ഥാനാർത്ഥി സരളയും LDF പ്രവർത്തകരുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നേരിട്ട് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് സരളേച്ചി ഈ വാർഡിലെ ഒരു ജനങ്ങളുടെയൊക്കെ പ്രതികരണം? ജനങ്ങളുടെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു ആശാവർക്കറായിട്ട് ആദ്യം തന്നെ നടന്നിരുന്നു, വീടാടെണ്ണം പോവും. ഇപ്പോൾ ഇത് ചെന്നപ്പോഴും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും നല്ല സന്തോഷമാണ് ഞാൻ നിന്നതിൽ. അതുകൊണ്ട് ഓരോ വീട്ടിലും എത്തുന്ന എല്ലാവരെയും കാണുന്നൊരു മുഖമാണല്ലേ? അവർക്ക് നല്ല സന്തോഷമുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല ഒക്കെ പറയുന്നുണ്ട്. പിന്നെ നല്ല ശക്തമായ മത്സരമാണ് ഇത്തവണ ഈ വാർഡിൽ നടക്കുന്നത്. കാരണം ഒരു വാർഡ് വിഭജനമൊക്കെ വന്നു. അപ്പോൾ എന്ത് തോന്നുന്നു? പിന്നെ എതിർ സ്ഥാനാർത്ഥി നല്ലാട്ട് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. എങ്ങനെയുണ്ട് ഈ മത്സരം? അത് ഒരു ടൈറ്റായ മത്സരമാണ്. എന്നാലും എല്ലാവരും പ്രതീക്ഷ ഉണ്ട് എനിക്ക് ജയിക്കുന്നുള്ള. പിന്നെ ഇത് വർഷങ്ങളായിട്ടുള്ള LDFൻ്റെ ഒരു വാർഡാണ്. മാഷ് ഇതുവരെ കൊണ്ടുവരുന്ന വാർഡല്ലേ, അപ്പോൾ അതേപോലെ ഞാനും കൊണ്ടുനടക്കും. ഇതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. തുടർന്നും അങ്ങനെയാണ്. എന്തൊക്കെയാണ് വോട്ടർമാർ പറയുന്നത്? ഇനി എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ? അവരുടെ ആവശ്യങ്ങൾ കുടിവെള്ള പ്രശ്നമാണ്. നായടിപ്പാറ ഭാഗം തീരെ വെള്ളമില്ല. അപ്പോൾ വെള്ളമില്ലാത്ത പ്രശ്നം കൊണ്ട് ഞങ്ങൾക്ക് കുടിവെള്ളം നിർബന്ധമാണ്. അപ്പോൾ അതും നമ്മുടെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണല്ലേ കുടിവെള്ളം? അതല്ലാതെ വേറെ എന്തൊക്കെയാണ്?
വീടില്ല, ചിലർക്ക് സ്ഥലമില്ലാത്തവരുണ്ട്. സ്ഥലമുള്ളവർക്കൊക്കെ വീട് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ തീരെ സ്ഥലമില്ലാത്തവരും ഉണ്ട്. പാവപ്പെട്ട ക്വാർട്ടേഴ്സിൽ ഇത്ര വർഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജയിച്ച് വന്നാൽ അതിനുള്ളതും കൂടെ ശരിയാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നവാവിഷനിലൂടെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു. എൻ്റെ ചിഹ്നം 3-ാമത്തേണെന്നും കൂടി പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്തൊക്കെയാ പറയാനുള്ളത് നമ്മളെ ഈ വാർഡിൽ? സർലേച്ചി എപ്പോഴും എത്താറുള്ള ആളാണല്ലേ? സർലേച്ചി ഞങ്ങളുടെ കുട്ടിയാണ്, ഞങ്ങൾക്ക് എല്ലാറ്റിനും വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് അറിയാം സ്ഥാനാർത്ഥിയെ മുൻപ് ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞോ? എന്തൊക്കെയാണെന്നൊക്കെ ഒക്കെ ഓക്കെയാണ് അല്ലേ? സർലനെ തന്നെ ഞങ്ങൾ ആദ്യം അറിയുന്ന ആളാണ്. എല്ലാ വീടുകളിലും ഓടിയെത്തുന്ന ആളുമാണ്. അതുകൊണ്ട് സർല തന്നെ ഇവിടെ വിജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. സർല തന്നെ വരണം. ഗബീർ മാഷ് ഇതുവരെ കൊണ്ടുനടന്ന് 25 കൊല്ലമായില്ലേ, അത് തന്നെ ഇനിയും വരണം എന്നുള്ളൊരാഗ്രഹം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. സർല ചേച്ചി വിജയിക്കണം തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് 100% നമ്മുടെ ഈ പാർട്ടി തന്നെ ജയിക്കും തന്നെയാണ്. പിന്നെ സർല ജയിച്ച് വന്നാൽ ഈ വാർഡിലേക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇനി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇനി ഉണ്ട് നമ്മൾ ഈ വാർഡിൽ. ഇപ്പോൾ നമ്മളെ വാർഡ് ഇപ്പോൾ ഒരു പുതിയ വാർഡായിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ കുറേ പാണ്ഡമംഗലം ഭാഗങ്ങളൊക്കെ കുറേ ഭാഗങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വാർഡിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചാൽ അത് സർല ജയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിന് എല്ലാവരും ഞങ്ങളെ കൂടെ സർലയുടെ കൂടെ ഉണ്ടാവും. അത്ര തന്നെ പറയാം. നമുക്ക് മാഷോട് ചോദിക്കാം. രാവിലെ സംസാരിച്ചതാണ്, കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്നാലും ഈ വാർഡിലെ ഒറ്റ വാക്കിൽ എന്താണ് പറയാനുള്ളത്? നായടിപ്പാറ എന്ന് പറയുമ്പോൾ നമുക്ക് പുഴുക്കുന്ന് വാർഡ് എന്ന് പറയേണ്ട ഒരു അങ്ങനെയായിരുന്നു. എന്താ പറയാനുള്ളത്? ഒറ്റ വാക്കിൽ തീർച്ചയായിട്ടും പൂഴിക്കുന്നിലെ ജനങ്ങൾ നേരത്തെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നതുപോലെ തന്നെ നായാടിപ്പാറയും തീർച്ചയായിട്ടും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. കാരണം പൂഴിക്കുന്നിൻ്റെ നിന്നുള്ള പകുതിയിലധികം ഭാഗമാണ് അതിലേക്ക് ചേർത്തിരിക്കുന്നത്. നായാടിപ്പാറ ഭാഗത്തുനിന്ന് കുറച്ച് വോട്ടർമാരെ വന്നിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂഴിക്കുന്ന് വാർഡിനെ 3ആയി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് നായാടിപ്പാറയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നായാടിപ്പാറയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, സരള എന്ന് പറഞ്ഞ പോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഒരു സുപരിചിതയാണ്. ഒരു കൗൺസിലർ അല്ലെങ്കിൽ പോലും സരള എല്ലാ വീട്ടിലെയും ഒരു നിത്യ സന്ദർശികയാണ്, ഒരു സാന്നിധ്യമാണ്. എന്നേക്കാൾ കൂടുതൽ പരിചയമാണ് സരള. അതുകൊണ്ട് സരളയ്ക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് വീടുകളിൽ പോകുമ്പോൾ. എന്നോടുള്ളതിനേക്കാൾ സ്നേഹം കൂടുതൽ സരളയോട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സരള നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ ഒരു ടൈറ്റ് മത്സരമേ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല. ഇവിടെ ഏകപക്ഷീയമായ വിജയിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ് പ്രശ്നം. രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്ത് സരളയെ സ്വീകരിക്കുന്ന ഒരു മനസ്സ് ഇവിടെ ഉണ്ട്. കാരണം ഈ പൂഴിക്കുന്നിൽ ഓൾറെഡി സരളയെ അറിയാം. പിന്നെ അപ്പുറത്ത് വന്ന കുറച്ച് ഭാഗമേ ഉള്ളൂ. അവിടുത്തെ ആളുകൾക്കും തീർച്ചയായിട്ടും സരളയെ നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി സരള ജയിക്കും. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, പൂർത്തിയാക്കിയതുണ്ട്. ഒന്നുമില്ലാത്ത ഒരു വാർഡായിരുന്നു ഇവിടെ അംഗനവാടി കൊണ്ടുവന്നത്. അതേപോലത്തെ ഈ മേഖലയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കും. ഇപ്പോൾ അവിടെയും ചില കുടിവെള്ള പദ്ധതികളുടെ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നായാടിപ്പാറ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുള്ള പ്രദേശം. കുഴൽക്കിണർ കുഴിച്ചാൽ പോലും വെള്ളം കിട്ടാത്ത പ്രശ്നമാണ്. കുഴിച്ച കുഴൽക്കിണറിന് തന്നെ അയേണിൻ്റെ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് മോട്ടോർ വെച്ച് വെള്ളം കൊടുക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ പരിഹാരം കാണുന്ന രൂപത്തിലേക്കുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും നടപ്പാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. പിന്നെ ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങളും പറഞ്ഞ പോലെ തന്നെ കോട്ടയ്ക്കലിലെ ഭരണസമിതി, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു. 1ാമത്തെ യോഗത്തിൽ തന്നെ കോട്ടയ്ക്കലിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നു. 5 വർഷം കഴിഞ്ഞിട്ടും അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുമെന്നാണ് പറഞ്ഞത്. അന്നേ നമ്മൾ ചോദിച്ചതാണ് എങ്ങനെ സാധ്യമായത്, ഈ വർത്തമാനത്തിൽ ഒതുങ്ങി. അല്ല, എല്ലായിടത്തും എത്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 3 ചെയർപേഴ്സന്മാർ കോട്ടയ്ക്കലിൽ വന്നു, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും കോട്ടയ്ക്കലിൽ ഇപ്രാവശ്യം ഒരു ചരിത്രപരമായ വിജയം ഇടതുപക്ഷത്തിനുണ്ടാവാൻ പോവുകയാണ്. വാർഡിൽ മാത്രമല്ല, നഗരസഭയിലും ഇടതുപക്ഷം
ഭരിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു മാറ്റം കോട്ടയ്ക്കലുണ്ടാവും. തീർച്ചയായിട്ടും ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പോലെ തന്നെ കോട്ടയ്ക്കലിൻ്റെ ഗതാഗത കുരുക്ക്, അതേപോലെ തന്നെ നിരവധി മാലിന്യ പ്രശ്നം. അറിയാമല്ലോ, നമ്മുടെ ഹരിതകർമ്മസേന ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന മാലിന്യം പോലും മര്യാദയ്ക്ക് ശേഖരിക്കാൻ ഒരു MCF പോലും ഇല്ലാത്തൊരു ഒരു സ്ഥലമാണ് നമ്മുടെ കോട്ടയ്ക്കൽ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ഒരു നല്ല എന്താ പറയുക, ഒരു ശ്മശാനം ഇവിടെ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, ഇതുവരെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ കോട്ടയ്ക്കലുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന രൂപത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുന്നൊരു തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ്. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ. 2000 രൂപ പെൻഷൻ വാങ്ങുന്ന ഏതാണ്ട് 150-ലധികം ആളുകൾ ഈ നായടിപ്പാറ വാർഡിലുണ്ട്. അവരെങ്ങനെ ഈ സർക്കാരിന് അവർക്ക് മറക്കാൻ കഴിയുമെന്ന് ഓരോ മാസവും 1000 രൂപ കൈകളിൽ എത്തിക്കുകയാണ്. അങ്ങനെയുള്ള സർക്കാരിന് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലെ മുസ്ലിം ലീഗിൻ്റെ ഭരണം അവസാനിപ്പിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മുടെ ഈ നായടിപ്പാറയിലുള്ളത്. ഈ അഴിമതി ഭരണം എല്ലാം അഴിമതിയാണ്. എന്ത് കാര്യം നടത്തിയാലും അതിലൊക്കെ അഴിമതി നടക്കുന്ന എന്ന് ഞങ്ങൾ മാത്രമല്ല, UDFന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും പറയുന്നൊരു സാഹചര്യമാണ് കോട്ടയ്ക്കലുള്ളത്. അത് വലിയ തോതിൽ തന്നെ അത് കോട്ടയ്ക്കൽ ചർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ അഴിമതി ഭരണത്തിനെതിരായിട്ട്, വികസനമില്ലായ്മയ്ക്കെതിരായിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാലോ, PK വൈറസ് ലോകം ആദരിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിക്കണമെന്നുള്ളത് കോട്ടയ്ക്കലിൽ അദ്ദേഹം മരിച്ച ഉടനെ തന്നെ ഒരു അനുശോചന യോഗം നഗരസഭ പ്രത്യേക യോഗം ചേർന്നു. അന്ന് ഞാനൊക്കെ ആവശ്യപ്പെട്ടതാണ് ഉചിതമായ ഒരു സ്മാരകം കോട്ടയ്ക്കൽ PK വാര്യർക്ക് ഉണ്ടാക്കണമെന്നുള്ളത്. പക്ഷേ ഒരു ഇഞ്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു നാമധേയമുള്ള ഒരു ബോർഡ് പോലും കോട്ടയ്ക്കില്ല. അത് സത്യത്തിൽ അപമാനകരമാണ്. അങ്ങനത്തെ ഒരു കൗൺസിലിൽ ഞാനൊക്കെ ഇരുന്നിരുന്നെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ ഒരു ലജ്ജ തോന്നുകയാണ്. അങ്ങനെ ഒരു എന്താ പറയുക, മുന്നോട്ടൊരു ആശയം മുന്നോട്ട് വെച്ച് ഞങ്ങൾ പറഞ്ഞു സർക്കാരിൻ്റെയും ഒക്കെ നിരവധിയായ ഫണ്ടുകളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്ക് നല്ലൊരു ഉചിതമായ സ്മാരകം അദ്ദേഹത്തിൻ്റെ പേരിൽ അതിനുവേണ്ടി ഒരു ആലോചന പോലും കോട്ടയ്ക്കൽ നഗരസഭാ കൗൺസിലിൽ നടത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇത്തരം പ്രതിഷേധമുണ്ടാവും. കോട്ടയ്ക്കലിൻ്റെ വികസന മുരടിപ്പിന് ഒരു മഴ പെയ്താൽ കോട്ടയ്ക്കൽ ടൗണിലൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യം, ഗതാഗത പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെതിരായിക്കൊണ്ടുള്ളൊരു വിധിയെഴുത്താവും തീർച്ചയായിട്ടും. ആ 35 പേരിൽ ഏറ്റവും പ്രഥമ ഗണനീയമായിട്ട് സരള ഉണ്ടാവും. നല്ല ഭൂരിപക്ഷത്തോടു കൂടെ ജയിക്കും. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ തവണ എത്രമാത്രം നല്ല സ്നേഹത്തോടു കൂടെ ഈ വാർഡിൽ എന്നെ സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. വലിയ വെല്ലുവിളി, ഞാൻ മത്സരിച്ച 2 തിരഞ്ഞെടുപ്പിനും വലിയ വെല്ലുവിളി നേരിട്ടതാണ്. പക്ഷേ ആ 2 വെല്ലുവിളിയിലും ഈ പ്രദേശത്തെ ആളുകൾ വളരെ സ്നേഹത്തോടു കൂടെ അവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് എന്നെ. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ സരളയെ സ്വീകരിക്കണമെന്നും ചുറ്റിക്കരുവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും സരള നിങ്ങളിൽ ഒരാളായി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഈ വാർഡിലെ വോട്ടർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രവർത്തനങ്ങൾ നല്ല ഉഷാറാണ്. പിന്നെ സരളേച്ചി നാട്ടിലെല്ലാവർക്കും വലിയ സുപരിചിതമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആശാ വർക്കറായിട്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്ന സരളേച്ചി ഓരോ വീട്ടിലും കയറുന്ന ഒരാളായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പാർട്ടി പ്രവർത്തകർക്കാണെങ്കിലും വീട്ടിൽ കയറിയിട്ട് സരളേച്ചിനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. സ്ഥിരമായിട്ട് ആ വീട്ടിലൊരു അംഗത്തെ പോലെ നമ്മൾ ക്യാപ്ഷനായിട്ട് ചില ബോർഡുകളൊക്കെ കാണുന്ന പോലെ വെറുതെ ആണ് ചിലപ്പോൾ ചില ക്യാപ്ഷൻ കൊടുക്കാറുണ്ട്, വീട്ടുകാരി നാട്ടുകാരി എന്നൊക്കെ. പക്ഷേ ഈ നാട്ടുകാരിയാണ്. ഇവിടുത്തെ ഓരോ വീട്ടിലും ഒരു അംഗം തന്നെയാണ് സരളേച്ചി. പിന്നെ കുറച്ച് ഇപ്പോൾ മെജോറിറ്റി പഴയ പുഴിക്കുന്ന് തന്നെയാണ് പുതിയ നായടിപ്പാറ. അപ്പോൾ അതുകൊണ്ട് ഈ വീട്ടുകാരിയെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഓരോ വീട്ടിൽ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്, നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ തന്നെ ആളുകൾ നമ്മുടെ സരളയല്ലേ, സരളേച്ചല്ലേ, അത് ഞങ്ങളെ കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നത് പ്രായമുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ നായടിപ്പാറ ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ പഴയ പുഴിക്കുന്ന് പുതിയ നായടിപ്പാറ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്നുള്ളത് ഉറപ്പാണ്. പ്രചരണമൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഫീൽഡിലൊക്കെ പോകുമ്പോൾ എങ്ങനെയുണ്ട്? നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ വിജയം പ്രതീക്ഷ എത്രത്തോളം? പ്രതീക്ഷ 100%. ടെൻഷനൊന്നുമില്ല. എല്ലാ വികസനവും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ജനങ്ങളും എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ട്. അതിന്റെ ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്. ഇത്തവണ ആര് ജയിക്കും? അതിപ്പോ സരളേച്ചിന് നമ്മളെ എന്തൊരു ഉഷാറില്ലാതെ. അല്ല, സരളേച്ചിനെ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടിയോട് ചോദിക്കും സരളേച്ചിനെ അറിയുന്നത്. നമ്മളകത്ത് ചെറിയ കുട്ടി മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും സരളേച്ചിനെ അറിയാം. അതുകൊണ്ട് ഈ വാർഡിൽ സരളേച്ചി ഇലക്ഷൻ വർക്കിന്റെ സൗണ്ട് പോലും ഇല്ലേ? ഇലക്ഷൻ വർക്കിന്
അപ്പോൾ നമ്മളിവിടെ മൂപ്പത്തിയേർക്ക് വേണ്ടി നമ്മളിവിടെ വർക്ക് ചെയ്യാണ്. മൂപ്പരെ കൊണ്ട് ഗുളികയായിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ വീട്ടുകൾക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് എന്താ സംഭവം, നിങ്ങൾ ഇത് പോലും ഇത് കഴിഞ്ഞിട്ടാണ് ഇത് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് എക്സ്പീരിയൻസ്. ഗുളിക കൊടുത്തിട്ട് വോട്ട് നേടാനുള്ള പ്ലാനാണ്. അതൊന്നല്ല, മൂപ്പത്തിയേർക്ക് വേണ്ട, എൻ്റെ ആശാവർക്കറല്ലേ. അത് ശരി. അപ്പൊ ഗുളികയിൽ വോട്ട്, നല്ല കാര്യമാണ്. എന്നാലും വിജയിക്കുന്ന പ്രതീക്ഷ തന്നെ 90%, 100%. ഓക്കെ. ഇവിടെ ആരാ ജയിക്കാൻ സാധ്യത? സരളേച്ചി. സരളേച്ചിനെ അറിയോ? എങ്ങനെ അറിയാ? എനിക്ക് എല്ലാവർക്കും അറിയാം. അറിയാ. എങ്ങനെയുണ്ട്? സരളേച്ചിനെ ജയിക്കും. ജയിക്കും. വീട്ടിലൊക്കെ പോയൊക്കെയായിരുന്നോ? സരളേച്ചിന്റെ കൂടെ വോട്ട് പിടിക്കാനൊക്കെ പോയാ? സരളേച്ചി തന്നെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? സരളേച്ചിന് ഇവിടെ ആദ്യം തൊട്ടേ എല്ലാവർക്കും അറിയുന്ന ആളാണ്, ആശാവർക്കറാണ്. അപ്പോൾ പിന്നെ സരളേച്ചി തന്നെ. മുനിസിപ്പാലിറ്റിയും കൂടി നമ്മളെ കയ്യിൽ കിട്ടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് കിട്ടിയില്ലെങ്കിലും സരളേച്ചി ജയിക്കും. ഉഷാറ് മാത്രമേ ഉള്ളൂ. 100% ഉഷാറാണ്. ഇത്തവണ ആര് ജയിക്കും? എന്താ പറയാന്, സരളേച്ചി ജയിക്കും. 100-150 വോട്ടിനുള്ളിൽ. അതെ, എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു. തീർച്ചയായും. നഗരസഭയിൽ ചെയർ മാറ്റിട്ടു. അത് മാറ്റിട്ടു. ഓക്കെ. നല്ല ഉഷാറായി പോയിട്ട് കാര്യങ്ങളൊക്കെ തീർച്ചയായും സരളേച്ചി 50 ഭൂരിപക്ഷത്തിൽ ജയിക്കും. യാതൊരു സംശയമില്ല. ഒരു സംശയമില്ല. എല്ലാ ആശംസകളും നേരുന്നു. കോട്ടക്കൽ നിയോജക മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങളാണ് നമ്മുടെ കൂടെ ചേരുന്നത്. എങ്ങനെയുണ്ട് സാർ ഈ ഒരു മൊത്തമായിട്ട് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ ഒരു സാധ്യതകൾ? അല്ല, കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ടേമിൽ 5 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റിയും ജനാധിപത്യ മുന്നണിയുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലും അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു ഭരണമാണ് ഈ 5 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ വികസന പ്രവർത്തനങ്ങളും എല്ലാം വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട്. MLAയുടെയും MP യുടെയും പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ നാട്ടുകാർ ആഗ്രഹിക്കുന്ന തരത്തിലൂടെയുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താനും അവരുമായുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാനും എല്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വികസന കാര്യത്തിൽ പഞ്ചായത്തിൻ്റേതായ ഭാഗത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടേതായ ഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ മാക്സിമം ഈ 7 പഞ്ചായത്തിനും ഇൻക്ലൂഡിങ് മുനിസിപ്പാലിറ്റിയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നല്ലൊരു ചർച്ചയാണ്. വികസനത്തെക്കുറിച്ച് ഒരു പോസിറ്റീവായ ചർച്ചയെ മണ്ഡലത്തിലുള്ളൂ, ഒരു നെഗറ്റീവ് ചർച്ചയില്ല. പിന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളാണ്. ഒരു പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയെയും നിയന്ത്രിക്കുന്നതും അവരുടെ അധികാരങ്ങൾ കൈകടത്തുന്നതും അവരുടെ അധികാരങ്ങൾ കുറക്കുന്നതുമൊക്കെയായ ഒരുപാട് നയങ്ങളാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ 5 കൊല്ലം പ്രത്യേകിച്ച് ചെയ്തത്. സാമ്പത്തികമായി, ആധികാരികപരമായി പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയും കയ്യിലുണ്ടെന്ന അധികാരങ്ങൾ എടുത്തു കളയുന്നതിൽ ഒക്കെ, ഉദാഹരണത്തിന് മദ്യഷാപ്പുകളുടെ അനുവാദം കൊടുക്കുന്നത് എടുത്തു കളയുന്നതിൽ, സാമ്പത്തികമായി നികുതി പിരിക്കുന്നിടത്ത് അവരുടെ വിഹിതം അവർ നേരിട്ട് വാങ്ങുന്നതിൽ, ഇതൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റേതായ തലങ്ങളുണ്ട്. അപ്പം ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന രൂപത്തിലൂടെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് സത്യത്തിൽ കേരളത്തിൽ മൊട്ടാകെ നടക്കുന്നത്. കോട്ടക്കൽ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. 7 പഞ്ചായത്തും, അതായത് 2 മുനിസിപ്പാലിറ്റിയും 5 പഞ്ചായത്തും പരിപൂർണമായും ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ തന്നെയായിരിക്കും. അതിനൊരു സംശയം. മുന്നോട്ട് പോകുന്നത് വളരെ ഭംഗിയായി, ഒരു പ്രയാസവുമില്ലാതെ എല്ലാ പഞ്ചായത്തിലും, എല്ലാ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഐക്യജനാധിപത്യ മുന്നണി വളരെ സുശക്തമായ തരത്തിൽ ഒരു പ്രയാസവുമില്ലാതെ എല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഒരു പിന്നെന്താണ് അകൽച്ചയും ജനാധിപത്യ മുന്നണിയുടെ ഇടയിലില്ല എന്നത് വളരെ സന്തോഷകരമായ, അത്തരം ആ ഒരു തലത്തിൽ വളരെ സന്തോഷകരമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. താങ്കൾ 10 വർഷമായി കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ പ്രതിനിധാനം ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും പക്ഷേ ഈ 10 വർഷവും പ്രതിപക്ഷത്താണ് താങ്കൾ ഉൾപ്പെടെയുള്ള UDFൻ്റെ അണികളിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷ വാർഡുകളോട് ഒരു അവഗണന ഉണ്ടായിട്ടുണ്ടോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്? പ്രതിപക്ഷ മണ്ഡലങ്ങളോട് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് തീർച്ചയായും ഒരു അവഗണന ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സ്വാഭാവികമായും ഡിപ്പാർട്ട്മെൻറ്റ് തലങ്ങളിലുള്ള പദ്ധതികളും സ്കൂളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കെട്ടിടമുണ്ടാക്കൽ അല്ലെങ്കിൽ റോഡുണ്ടാക്കൽ, ഇതൊക്കെ സ്വാഭാവികമായും നടക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നടക്കുന്നുണ്ട്. ചില പദ്ധതികളാണ് അത് ഓരോ മണ്ഡലത്തിലും കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. പക്ഷേ അതിനപ്പുറത്ത് ഒരു പ്രത്യേക പരിഗണന മറ്റ് മണ്ഡലങ്ങൾക്ക് നൽകുന്നത് പോലെ പ്രതിപക്ഷ മണ്ഡലങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി കണക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പുത്തൂർ ചിനക്കൽ ബൈപ്പാസ്, അതുപോലെ
കോട്ടക്കൽ നഗരസഭയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ആവശ്യപ്പെടുന്നത് ഒരു ശാശ്വത എല്ലാ തവണയും വിജയിച്ചു വരും, പക്ഷേ കുടിവെള്ളം എന്നത് കിട്ടാക്കനിയായി മാറുകയാണ് എന്നതാണ്. അതിനെന്താണ് ഒരു ശാശ്വതമായ ഒരു പരിഹാരം വിജയിച്ചു വരുന്നവർക്ക് കഴിയാത്തത്? അത് ഇപ്പോൾ കോട്ടക്കൽ ബൈപ്പാസ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്നെന്താണ് ഒരു നിരാകരണ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് നടക്കാതെ പോയത്. കാരണം എല്ലാം സ്ഥലം ആളുകൾ കൊടുക്കാൻ റെഡിയാണ്, കൃത്യമായും അതിൻ്റെ വിലയും ഒക്കെ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചതാണ്. പക്ഷേ പണം നൽകാൻ ഗവൺമെൻറ് തയ്യാറായില്ല. ഇപ്പോൾ വളാഞ്ചേരിയിൽ ഒരു ഫയർ സ്റ്റേഷൻ ഇവിടെ കോട്ടക്കൽ തന്നെ ഇപ്പം കഴിഞ്ഞ ഒരു മാസം മുമ്പാണല്ലോ നമ്മുടെ ഇവിടെ തീപിടുത്തമുണ്ടായത്. വളാഞ്ചേരിയിലെ ഫയർ സ്റ്റേഷൻ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടങ്ങളിൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കതിന് 50 സെൻറ്റ് സ്ഥലം നമുക്ക് സൗജന്യമായി കിട്ടിയതാണ്. അതിനാവശ്യമായ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയതാണ്. ആ എസ്റ്റിമേറ്റ് അംഗീകാരത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഇപ്പോഴും ഇരിക്കുകയാണ്. 5-6 കൊല്ലമായിട്ട് മുഖ്യമന്ത്രി മേശപ്പുറത്ത് ഇരിക്കുകയാണ്. അപ്പം ഒരു ഫയർ സ്റ്റേഷൻ തരാൻ നമുക്ക് നടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരു കോളേജ് വേണം എന്നുള്ളത് ഇവിടുത്തെ ഒരു ആവശ്യമാണ്. അത് ഗവൺമെൻറ് പരിഗണിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു സ്ഥാപനങ്ങൾ നൽകുന്ന ഒരു നിലപാട് ഗവൺമെൻറ് ഇല്ല തന്നെ. അപ്പോൾ ഒരു മണ്ഡലത്തിന് അത്തരം ചില ആവശ്യങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പരിഗണനയും ഗവൺമെൻറ് ഇല്ല. അപ്പോൾ മറ്റൊരു കാര്യം, കോട്ടക്കലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ആയുർവേദ കോളേജാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കോട്ടക്കൽ പ്രസിദ്ധമാകുന്നതിന് ആയുർവേദശാലയും ആയുർവേദ കോളേജുമാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ആയുർവേദത്തിന് പ്രശസ്തമായ കോട്ടക്കലുള്ള ആയുർവേദ കോളേജ്, അവിടെ ഒരു സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് കാലങ്ങളായി കൂട്ടുന്ന ആ ഒരു പ്രവർത്തനത്തിന് അനുകൂലമായൊരു നിലപാട് പോലും ഗവൺമെൻറ് സ്വീകരിച്ചില്ല. ഈ ഗവൺമെൻറ് സ്വീകരിച്ചില്ല. അപ്പം എവിടെയാണ് പിന്നെ ഗവൺമെൻറ് റോഡും പാലവും ഒക്കെ സ്വാഭാവികമായ ഒരു മണ്ഡലത്തിൽ എല്ലാ വർഷവും 5 കോടി കൊടുക്കുന്നുണ്ട്. ഈ വർഷവും 5 കോടി തന്നു, അതിനപ്പുറത്ത് തരുന്നില്ല. ഒരു പുതിയ പദ്ധതി എന്നുള്ള നിലക്ക് നമുക്ക് അങ്ങനെ ഒരു പദ്ധതി എന്നുള്ളത് എവിടെയുമില്ല ഒരു മണ്ഡലത്തിൽ. പിന്നെ സ്വാഭാവികമായി MLA-മാരുടെ നിരന്തരമായ ഇടപെടൽ കാരണം ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലത്തിൽ നിന്ന് ചില ആളുകളൊക്കെ മന്ത്രിമാരൊക്കെ വളരെ പരിഗണന നൽകുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അങ്ങനെ ഒരുപാടേറെ മുന്നോക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ താങ്കൾ ഒരു UDF വ്യക്തി എന്ന നിലയിൽ, മുസ്ലിം ലീഗിൻ്റെ വ്യക്തി എന്ന നിലയിൽ ഇവിടെ മത്സരിക്കുന്ന UDF നേതൃത്വത്തോട് അല്ലെങ്കിൽ മത്സരാർത്ഥികളോട് എന്താണ് നൽകാനുള്ളൊരു ഉപദേശം? നമ്മുടെ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെന്ന് പറയുന്നത് എപ്പോഴും ജനങ്ങളോട് ഒപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അത് ജനാധിപത്യ മുന്നണിയുടെ ഒരു നിലപാടും നയവും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവരധികാരത്തിലെത്തിച്ചാൽ, അവർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവർ ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുക. അതിന് യാതൊരു പിന്നോക്കം പോക്കുമില്ല. നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ആണെങ്കിലും വളാഞ്ചേരി മുനിസിപ്പാലിറ്റി എല്ലാ പഞ്ചായത്തുകളാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ അവരൊക്കെ പ്രവർത്തിക്കുക. അവരെക്കൊണ്ട് അവരുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമോ അത് നടപ്പിലാക്കുക എന്നതാണ് അവരുടെയൊക്കെ നയം. ആ നയം അവർ തുടരുകയും ചെയ്യും. അതിലൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതിപ്പോൾ ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങളോ ആണെങ്കിലും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശവും അങ്ങനെ തന്നെയാണ്. പ്രതിപക്ഷ നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. അവർ നിർദ്ദേശത്തിന് ഉഞ്ഞാൽസായും വി ഡി സതീഷനും ഒക്കെ അടക്കം രമേശ് ചെന്നിത്തലയും ഒക്കെ അടക്കമുള്ള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ നേതൃത്വവും മുന്നണി നേതൃത്വവും ഒക്കെ അങ്ങനെ തന്നെയാണ്. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നൊരു നിലപാട് ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ ഒരു നിലപാടാണ്. ആ നിലപാട് തുടരും. അതിന് തുടരാനുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ അവർക്ക് നൽകും. അപ്പോൾ മണ്ഡലത്തിൽ നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ് എല്ലാ 2 മുനിസിപ്പാലിറ്റിയും മറ്റ് പഞ്ചായത്തുകളും UDFിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമെന്ന് ഒരു സംശയവുമില്ല. ഈ നിയോജക മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തിലും ഇൻക്ലൂഡിങ് 5 പഞ്ചായത്തിനുണ്ട് മുനിസിപ്പാലിറ്റിയും ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ തന്നെ ഉണ്ടാകും. ഭരണം ഞങ്ങൾ സുഭദ്രമായിട്ട് തന്നെ ഇരിക്കും. സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന നിലയിൽ ഷൈനക്സ് നൽകുന്ന സ്നേഹം ഉപഹാരം സ്ഥാനാർത്ഥിക്കല്ലേ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന നിലയിൽ. നായാടിപ്പാറയിലെയും കോട്ടപ്പടിയിലെയും UDF സ്ഥാനാർത്ഥികളാണ് നമ്മുടെ കൂടെ ഉള്ളത്, കൂടെ പ്രവർത്തകരും. നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. 2 പേരുടെ ഇതിനോടകം തന്നെ കേരളം മൊത്തത്തിൽ തന്നെ ശ്രദ്ധ തേറിയ ഒരു സ്ഥാനാർത്ഥിത്വമാണ് അല്ലേ? ഇത്തവണ കോൺഗ്രസ് അല്ലെങ്കിൽ UDF മുന്നോട്ട് വെച്ചത് യുവാക്കളുടെ ഒരു പ്രതിനിധി എന്നൊക്കെ പറയുന്ന പോലെയാണ്. എന്താണ് പറയാനുള്ളത്? ഇന്നിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കാണ് പ്രചരണമൊക്കെ. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമൊക്കെ? ആദ്യം നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ എങ്ങനെ സ്വീകരിക്കുന്ന അറിയില്ലല്ലോ. ഇപ്പം എല്ലാവരുടെ അടുത്തു നിന്നും ഭയങ്കര പോസിറ്റീവാണ്. നമുക്ക് 100% ഉറപ്പാണ് കാര്യങ്ങൾ. റിയൽ ലൈഫിലേക്ക് ഇറങ്ങിയപ്പോൾ എങ്ങനെയുണ്ട്? റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം റിയൽ ലൈഫ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അവരുടെ വീട്ടിലുള്ള ഒരാളായിട്ടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ലൈക്കൊക്കെ
കമന്റ് ഒക്കെ കിട്ടുന്നുണ്ട് നന്നായിട്ട്. അതെ, തീർച്ചയായിട്ടും. ഫോളോവേഴ്സ് എത്ര കൂടി? 10K കൂടിയുണ്ട്. അതെ, 10K കൂടിയുണ്ടല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന്, എങ്ങനെയാ അവര് എന്താ പറയുന്നത്? ആദ്യം ഈ സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാരല്ലല്ലോ നമ്മുടെ വാർഡിലുള്ള ആൾക്കാർക്ക് കൂടി സ്വീകാര്യത വേണ്ടേ, അതുണ്ടാവില്ലെന്ന് ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നെ എല്ലാ പ്രായത്തിലുള്ളവരും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. പ്രായമായവരും കുട്ടികളും എല്ലാവരും നല്ല സ്വീകാര്യതയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവർക്കൊക്കെ അവരുടെ വീട്ടിലുള്ള ആളെന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. അപ്പം സോഷ്യൽ മീഡിയ ലൈഫ് പോലെ തന്നെ റിയൽ ലൈഫും ഇപ്പം അടിപൊളിയായി. അപ്പോൾ ഒരു താരമാവും എന്നുള്ള പ്രതീക്ഷയിലാണല്ലേ 13-ാം തീയതി റിസൾട്ട്? വിജയ പ്രതീക്ഷ എത്രത്തോളം വരുന്നുണ്ട്? 100% വിജയിക്കാനുള്ള പ്രതീക്ഷ. നല്ല ശക്തമായ മത്സരമാണ് ഇത്തവണ ഇവിടെ നടക്കുന്നത് അല്ലേ? ഒരു വിജയം ഉറപ്പ് എന്ന് വിശ്വസിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും 100% വിജയം ഉറപ്പിക്കുന്നുണ്ട്. നായിഡിപ്പാറ വാർഡിലെ സ്ഥാനാർത്ഥിയാണ് അരുണിമ, അഡ്വക്കേറ്റാണ്. എങ്ങനെയുണ്ട് ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം? എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. ആദ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ കോടതി വീട് നമ്മളങ്ങനെ പ്രാക്ടീസായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. പെട്ടെന്നാണ് എന്നെ എല്ലാവരും ചൂസ് ചെയ്തത്. അതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും നല്ല റെസ്പോൺസാണ്. പ്രായമായാലും എല്ലാവരും യുവത്വം വരട്ടെ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വാദിക്കുന്നതും നാട്ടിലെ പ്രശ്നങ്ങളും തമ്മിൽ ഒന്ന് യോജിപ്പിച്ചാൽ എങ്ങനെ തോന്നുന്നു? കോടതിയിൽ നമ്മൾ വേറെയാണ്, പക്ഷേ നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ പ്രശ്നങ്ങളും നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കണം. വിജയിച്ചു വരികയാണെങ്കിൽ ഇവിടെ നിയമത്തിൻ്റെയൊക്കെ ഒരു സാക്ഷരത കൂട്ടുമോ? എല്ലാവർക്കും വേണ്ട സഹായമൊക്കെ അങ്ങനെ ചെയ്യുമായിരിക്കും അല്ലേ? എന്നെ കണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യും. പിന്നെ എല്ലാവരെയും അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്താണ് വിജയിച്ചു വരികയാണെങ്കിൽ ഈ വാർഡിലേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ വാർഡിൽ കൂടുതലായിട്ട് ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും എന്നോട് പറയുന്ന പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. ഒരുവിധം നാടിപ്പാറ മുകളിൽ മേഖലകളിൽ എല്ലാവരും പറഞ്ഞിട്ടുള്ള കുടിവെള്ളം, പിന്നെ റോഡ്, കുടിവെള്ളം ഈ ഒരു കുടിവെള്ള പ്രശ്നമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ 10-30 വർഷമായിട്ട് LDFും BJPയും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് നാടിപ്പാറയും കോട്ടപ്പടി. അതായത് പുഴിക്കുന്നിന്ന് കുറച്ച് ഭാഗം കൂടി ഇപ്പോൾ നാടിപ്പാറയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടിവെള്ളമാണ് ഒരു പ്രശ്നമായിട്ട് മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം കുടിവെള്ള പ്രശ്നമാണ് ശാശ്വതമായിട്ട് ഞാൻ മുന്നോട്ട് കാണുന്നത് പരിഹാരം. ഇപ്പം രണ്ടുപേരും യൂത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇവിടെ ഈ പ്രദേശത്ത് ഒരുപാട് യൂത്ത് ഉള്ളൊരു പ്രദേശം കൂടിയാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? രണ്ടുപേരോടും കൂടി ഒന്നിച്ചാ. ഇവിടെ എല്ലാവർക്കും വിദ്യാഭ്യാസമാണല്ലോ അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം. നമ്മളെ സ്ഥാനാർത്ഥികളായിട്ട് എടുത്തതുപോലും വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ വരട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾക്ക്, യൂത്തിലുള്ള കുട്ടികൾക്ക്, പ്രായമായവർക്കായാലും ചേരാട്ടോ കമ്പ്യൂട്ടർ കോഴ്സുകൾ, PSC കോച്ചിങ്, അങ്ങനത്തെ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. PSC കോച്ചിങ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഞങ്ങൾ രണ്ടാളും കൂടി മേൽനോട്ടം വയ്ക്കും. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ സ്വാഭാവികമായിട്ടും ആയുർ നഗരമാണ്. ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാവിധ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആയുർവേദമാണ്, ആയുർവേദത്തിൻ്റെ രീതിയിലുള്ള എല്ലാ ചികിത്സകളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അർഹതപ്പെട്ടവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. സൗജന്യമായിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വപ്ന സുന്ദര ഭൂമിയാക്കാനാണോ പ്ലാൻ ഇട്ടിട്ടുള്ളത്? ഓഫ് കോഴ്സ്. എന്താണ് ആവശ്യപ്പെടാനുള്ളത്? എല്ലാവരും 4 റൗണ്ടോളം ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. അതെന്തായാലും അതിനുള്ള പരിഹാരം കാണാനുള്ള പ്രപ്പോസൽ വരെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സബ്മിറ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ ജയിക്കേണ്ട കാര്യമുള്ളത്. അപ്പോൾ അത് ചെയ്തിരിക്കും. പിന്നെ അവർക്ക് മാലിന്യ നിർമ്മാർജ്ജനം, PSC കോച്ചിങ്, ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ കോഴ്സുകൾ, അങ്ങനത്തെ സൗജന്യമായിട്ടുള്ള പഠന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ചുമ്മാ വാഗ്ദാനങ്ങളല്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. എന്താണ് പറയാനുള്ളത്? കുടിവെള്ള പ്രശ്നം തന്നെയാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അതിനോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ഇവിടെ ഉണ്ട്. നമ്മളത് കൂടുതലായിട്ട് കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും. പിന്നെ യൂത്തിന് പരമാവധി, ഞങ്ങളും യൂത്ത് തന്നെയാണ്, അപ്പോൾ പരമാവധി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതിനുള്ള പദ്ധതികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ കപ്പും സോസറും ചിഹ്നത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഓക്കെ. നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും.
എന്താ തോന്നുന്നത് ഇത്തവണ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും? കഴിഞ്ഞ തവണ മത്സര സ്ഥാനാർത്ഥി കൂടി ആയിരുന്നു. ഇങ്ങനെ മാറി മാറി ഭരിക്കുന്ന ഒരു വാർഡാണ്. പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് വാർഡ് വിഭജനം വന്നതോടെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വീടുകളൊക്കെ അങ്ങോട്ട് പോന്നു, അങ്ങോട്ട് പോയി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഇവിടെ എങ്ങനെയായിരിക്കും ഒരു വിജയ സാധ്യതയൊക്കെ? 100% രണ്ടുപേരും വിജയിക്കും. എന്താണ് വോട്ടർമാരൊക്കെ പറയുന്നത്? നല്ല സപ്പോർട്ടാണ്. എല്ലാ വീടുകളിലേക്കും ഇവരുടെ സ്ഥാനാർത്ഥികളുടെ കൂടെ പോയിരുന്നു? എല്ലാം കുറച്ചൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും യുവത്വം വരണം എന്ന് തന്നെയാണ് പറയണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടുപേരും വിജയിക്കും. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ LDFും BJPയും ഭരിക്കുമ്പോഴും പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇടപെടാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ യൂത്ത് ആവുമ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും, പറഞ്ഞ പോലെ രണ്ടാളും വിദ്യാസമ്പന്നരാണ്. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും പൊതുവെ ഇവിടുത്തെ അഭിപ്രായം ഇവർ രണ്ടാളും ജയിക്കുന്നത് തന്നെയാണ്. അത് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. എങ്ങനെയുണ്ട്? നല്ല പ്രതീക്ഷയിലാണ്. ആദ്യം UDF എന്നുള്ളത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ലെവലാക്കി സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരുന്നു. അതൊക്കെ പോയി ഫസ്റ്റ് ഗിയറിൽ നിന്ന് ടോപ്പ് ഗിയർ ഇട്ടിട്ട് അങ്ങ് പോവാണ്. തീർച്ചയായിട്ടും നല്ല വിജയം ഉണ്ടാവും. ഇത്തവണയും UDF തന്നെ കോട്ടക്കൽ, ഒരു സംശയവും വേണ്ട. എന്താണ് ഈ വാർഡുകളിൽ വികസന മുരടിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു, UDF സ്ഥാനാർത്ഥികളാണ് ഇവർ വിജയിച്ചു വരികയാണെങ്കിൽ എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ് ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം ഈ വാർഡിൽ 30 വർഷമായിട്ട് ഒരു വികസനവും നടക്കുന്നില്ല. വെള്ളമില്ല. ജനുവരി മാസം മുതൽക്ക് ടാങ്കറിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നു ഈ നാടിപ്പാറ, പാണ്ടമംഗലം, പൂഴിക്കുന്നിൻ്റെ സൈഡ്. പിന്നെ അതുപോലെ നല്ല റോഡുകളില്ല. പിന്നെ ഹെൽത്ത് സെൻറ്ററിൽ ഒരു ഡോക്ടർ സൗകര്യമില്ല. അങ്ങനെ ഞങ്ങളത് പഞ്ചവത്സര പദ്ധതി അല്ല ഉദ്ദേശിക്കുന്നത്. ഒരൊറ്റ വർഷം ഈ 2 സ്ഥാനാർത്ഥികളും ഇവിടുന്ന് വിജയിക്കുകയാണെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് ഞങ്ങൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഈ റോഡുകൾ, ഈ പ്രദേശത്ത് കോൺക്രീറ്റ് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ റോഡുകളും ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യും, ടാർ ചെയ്യും. ഹെൽത്ത് സെൻറ്ററിൽ ഒരു ഓപ്പൺ ജിംനേഷ്യം ഉൾപ്പെടെ ഒരു ഡോക്ടർ സൗകര്യവും ആ ഹെൽത്ത് സെൻറ്ററിൽ നടപ്പിലാക്കും. തെരുവ് നായ ശല്യം പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. പ്രധാന ജംഗ്ഷനുകളിലൊക്കെ ഞങ്ങൾ ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കും. അങ്ങനെയുള്ള പദ്ധതികളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്തവണ ഒരു വൈസ് ചെയർമാൻ കോൺഗ്രസിൽ നിന്നുണ്ടാവുമോ? അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ UDF സംസാരിച്ചിട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഏതായാലും ഈ വാർഡുകൾ UDF വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും 100% പ്രതീക്ഷയിലാണ്. എന്താണ് സാഹചര്യം ഈ വാർഡുകളിലൊക്കെ? വളരെ അനുകൂലമായ സാഹചര്യം തന്നെയാണ്. കാരണം ഞങ്ങളെ ക്യാപ്ഷൻ തന്നെ തികച്ചും വ്യത്യസ്തമാണ്. കാരണം യുവത്വം ജയിക്കട്ടെ, നാട് വളരട്ടെ എന്നാണ്. ഞങ്ങൾ വെറുതെ ഇട്ടൊരു ക്യാപ്ഷനല്ല. കാരണം നമുക്കറിയാം ഈ കോട്ടപ്പടി നായടിപ്പാറ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതിപക്ഷത്തിന് പ്രതിനിധീകരിക്കുന്ന വാർഡുകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. കോട്ടക്കൽ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് UDFിൻ്റെ ഒരു ഉരുക്കുകോട്ടയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിനൊരു ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ റോഡിനെ 90കളിൽ നിർമ്മിച്ചതിന് ശേഷം അതിനുശേഷമുള്ളൊരു റീടാറിംഗ് അല്ലാതെ അതിൻ്റെ 2 സൈഡ് കോൺക്രീറ്റ് ചെയ്യാനോ പുതുതായി ഒരു റോഡ് ഉണ്ടാക്കാനോ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിയാണ്. ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത റോഡാണത്. അപ്പോൾ MP UDFിൻ്റെയാണ്, MLA UDFിൻ്റെയാണ്, മുനിസിപ്പാലിറ്റി UDFിൻ്റെയാണ്. അപ്പോൾ കൂടുതൽ അനുകൂലമായ ഒരു സാഹചര്യം UDFിൻ്റെ പ്രതിനിധികൾക്കാണ് ഇവിടെ ചെയ്യാൻ സാധിക്കുക. പ്രതിപക്ഷത്തിരുന്നിട്ട് ഈ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വെറുതെ പെൻഷൻ്റെ ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ നിലവിലുള്ള മെമ്പർമാരൊക്കെ ഇവിടുന്ന് അനൗൺസ്മെൻറ്റിലൊക്കെ പറഞ്ഞത് ഈ പെൻഷൻ എഴുതി കൊടുക്കാം, അതിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാം. സംസ്ഥാന സർക്കാരുകൾ കൊടുക്കുന്ന പദ്ധതികൾ എഴുതി കൊടുക്കാൻ ഇവിടുത്തെ ഒരു മെമ്പറുടെ ആവശ്യമൊന്നുമില്ല. ഈ വാർഡിൻ്റെ എന്താണ് ഈ വാർഡിൻ്റെ പ്രശ്നങ്ങൾ? ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു കുടിവെള്ളം 25 വർഷമായിട്ടൊരു കുടിവെള്ള പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ല. MP ഫണ്ട് ഉപയോഗിക്കാം. MP ഫണ്ട് രാജ്യസഭാ മെമ്പർമാരുടെ ഫണ്ട്. ഇപ്പോൾ ഇവിടെ BJPയുടെ പ്രതിനിധിയാണല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ വാർഡ് ഭരിക്കുന്നത്. രാജ്യസഭാ മെമ്പർമാർ ഫണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. എത്ര രാജ്യസഭാ മെമ്പർമാർ BJPക്ക് ഉണ്ട്? ഒരു രാജ്യസഭാ മെമ്പർ ഫണ്ട് ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു MP ഫണ്ട് ഇവർക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ വെറുതെ പെൻഷൻ എഴുതി കൊടുക്കൽ മാത്രമല്ല ഒരു വാർഡിൻ്റെ വികസനം. ഒരു വാർഡിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അതാണ് നേരത്തെ ഇവിടെ ഈ ഞങ്ങൾ സ്ഥാനാർത്ഥികളോട് പറഞ്ഞത്, ജനങ്ങളുമായി സംവദിക്കുമ്പോൾ ആ യുവാക്കൾക്ക് അവർക്കത് പ്രത്യേകിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. യുവതലമുറയ്ക്ക് കുറച്ചും കൂടി അവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു വിഷനോട് കൂടിയിട്ടുള്ള പ്രവർത്തനം വേണം. അതല്ലാതെ ജയിച്ചു കഴിഞ്ഞ് ഞങ്ങളിത് എഴുതി കൊടുക്കും, സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊടുക്കുന്ന പദ്ധതികൾ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ ഞങ്ങളിവിടെ ഓഫീസോടൊന്നല്ല പറയുന്നത്. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം കുടിവെള്ളമാണ്, തെരുവ് നായകളുടെ പ്രശ്നം. ഇതിനൊന്നും ശാശ്വതമായ ഒരു
പരിഹാരം. ഇപ്പോൾ യുവാക്കൾക്ക് അവർക്കിപ്പോൾ പുതിയ തലമുറയ്ക്ക് അവർക്ക് കോച്ചിങ് ക്ലാസ്സുകൾ അവരെ കരിക്കുലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കണം. വയോജനങ്ങൾക്ക് അവർക്കൊരു തണൽ കൊടുക്കണം. പെയിൻ ആൻഡ് പാലിയേറ്റീവ്. അപ്പോൾ വാർഡിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പഠിച്ചിട്ട് വേണം ഒരു വിഷൻ, ഒരു ഇപ്പം നേരത്തെ ഇവിടെ സേതു സൂചിപ്പിച്ച മാതിരി ഞങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഇവർ 25 വർഷം ഇവിടെ ചെയ്യാൻ സാധിക്കാത്തത് ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ നവാവിഷൻ ചാനലിലൂടെ ഞങ്ങൾ പറയുന്നു ഒരു വർഷം കൊണ്ട് ഞങ്ങളതിവിടെ യാഥാർത്ഥ്യമാക്കും. അതിന് ഞങ്ങൾക്ക് വേണ്ടത് ജനങ്ങളുടെ സപ്പോർട്ടാണ്. പൊതുജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നാൽ തിരിച്ച് അവരോടൊപ്പം, കാരണം ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്കിത് ഈ വാർഡിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ വാർഡിൽ ഞങ്ങൾക്കൊരു അവസരം തരികയാണെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായി ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. അതൊരു വർഷം കൊണ്ട് തന്നെ ഞങ്ങളത് ചെയ്ത് കാണിക്കും എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. അപ്പോൾ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന 100%. കാരണം ഞാനിപ്പോൾ എൻ്റെ ഭാഗത്തുള്ള സ്ഥാനാർത്ഥിയുടെ കൂടെ നിരന്തരം പ്രവർത്തനത്തിൽ പോകുന്നതാണ്. അപ്പോൾ അവിടുന്ന് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന പ്രതികരണം അത് വളരെ നല്ലൊരു പ്രതികരണമാണ്. കാരണം എല്ലാവർക്കും കുട്ടികളാവുന്നതുകൊണ്ട് അവർക്ക് വിദ്യാസമ്പന്നരാവുന്നവർ. അപ്പോൾ അവർ വരട്ടെ എന്നുള്ള, അല്ലെങ്കിൽ പുതിയൊരു മാറ്റം വരട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഇപ്പോൾ ഈ അയ്യപ്പ ശബരിമല പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. എല്ലാവർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഞങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയനുള്ള അനുകൂലമായ ഒരു സാഹചര്യം അത് പാടില്ല. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ടുള്ള പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് വോട്ട് കൊടുക്കില്ല എന്നാണ് ഇവിടുത്തെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത്. പിന്നെ SIR നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നടപടികൾ. കർണാടക പോലും തമിഴ്നാട് പോലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാത്ത സമയത്ത് പിണറായി വിജയൻ മോദിയുടെ കൂടെ നിന്നിട്ട് SIR ഈ പാവപ്പെട്ട ജനങ്ങളെ, ഇപ്പോൾ ഈ ഫോം ഫില്ലപ്പ് ചെയ്ത ആളുകൾക്ക് മുഴുവൻ അറിയാം എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആളുകൾ SIR ഫോമുകൾ ഫില്ലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അനവസരത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ അത് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ കേരളത്തിൽ മോദിക്ക് വേണ്ടി പിണറായി വിജയൻ ചെയ്യുകയാണ്. ഒരു മുണ്ടുടുത്ത മോദിയും ഒരു പാൻറ്റിട്ട മോദിയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ തെരുവിലിറക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രചരണമാണ് UDFിൻ്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഞങ്ങളെ പ്രതിനിധികളെ ഈ വാർഡിലെ ജനങ്ങൾ ജയിപ്പിച്ചു തരികയാണെങ്കിൽ 100% ഒരു വർഷം കൊണ്ട് തന്നെ ഞങ്ങൾക്കത് യാഥാർത്ഥ്യമാക്കുമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ നവാവിഷൻ്റെ ചാനൽ കാണുന്ന എല്ലാ വോട്ടർമാരോടും ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യണം. ഞങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യണം. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ 2 യുവതികൾ, നല്ല ചെറുപ്പക്കാർ കുട്ടികൾ വന്നിട്ട് ഇവിടെ മത്സരിക്കുമ്പോൾ 100% വിജയപ്രതീക്ഷ തന്നെയാണ്. നമ്മൾ ഫീൽഡിൽ പോകുമ്പോഴൊക്കെ അതിൻ്റെ നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു യൂത്തിനെ, മുതിർന്ന നേതാക്കൾ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ആളുകളുണ്ട്, എന്താണ് ഇങ്ങനെ ഒരു യൂത്തിനെ കൊണ്ടുവരേണ്ട ഒരു കാര്യം? തീർച്ചയായിട്ടും ഞങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു യൂത്ത് ടീം മുന്നേ തന്നെ, കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെ യൂത്ത് ടീമുണ്ട്. കേരളത്തിലും അതുപോലെ തന്നെ യുവാക്കളെ മുൻനിർത്തിയിട്ടുള്ളതാണ്. മൊത്തം KPC തന്നെ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടയ്ക്കിലും നല്ല ചുറുചുറുക്കുള്ള 2 ചെറുപ്പക്കാരെ തന്നെ ഞങ്ങൾ രംഗത്തിന്, വിദ്യാസമ്പന്നരാണ്, മിടുക്കികളായിട്ടുള്ള 2 ആൾക്കാരെ ഇറക്കിയുള്ളത്. തീർച്ചയായിട്ടും വമ്പിച്ച വിജയം ഇവിടെ ഈ 2 വാർഡിൽ നമ്മൾ നേടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിജയിക്കുന്നുള്ള പ്രതീക്ഷയില്ല. 100%. എങ്ങനെയുണ്ട്? എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ വളരെ വിശദമായി തന്നെ നമ്മുടെ സ്ഥാനാർത്ഥികൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് പൊതുവേ ഉള്ള അഭിപ്രായം, ജസ്റ്റ് മുന്നേ ഫീൽഡ് വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയുള്ളൂ. വളരെ സജീവമായിട്ട് 2 നമ്മൾ അഡീഷണൽ വാർഡും 28, 29 വളരെ സജീവമായിട്ട് വർക്ക് നടക്കുന്നത്, വളരെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നുണ്ട് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും. പിന്നെ നമുക്ക് കിട്ടുന്ന മറുപടി, ഒന്നാമത് നേരത്തെ പറഞ്ഞല്ലോ, യൂത്ത് 2 പേരും വിദ്യാസമ്പന്നരാണ്. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ. പിന്നെ നന്നായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും, പ്രത്യേകിച്ച് വിദ്യ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാര്യങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുന്നുള്ള ആത്മവിശ്വാസമുണ്ട്. 100% വിജയ പ്രതീക്ഷയുണ്ട്. എങ്ങനെയുണ്ട്? ഒന്ന് മുന്നിലേക്ക് വരൂ. അതായത് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇപ്പം സ്ഥാനാർത്ഥികളും പറഞ്ഞു, മണ്ഡലം പ്രസിഡൻറ്റും ഒക്കെ നന്നായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് തെരുവുനായ ശല്യം ഭയങ്കരമാണ്. അപ്പോൾ കുട്ടികൾക്കായാലും തന്നെ പ്രായം ചെന്നവർക്കാണെങ്കിലും തന്നെ എല്ലാ അമ്പലത്തിൻ്റെ അടുത്തും എല്ലായിടത്തും ഭയങ്കര ഇതാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തി വലിയൊരു തന്നെ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊന്നും കളിക്കാനൊരു സ്ഥലമില്ല. കുട്ടികൾ ആ ശ്മശാനത്തിലൊക്കെ പോയിട്ടാണ് കളിക്കുന്നത്. അത് ഇപ്പോഴുള്ള പ്രശ്നമല്ല, ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോഴും ഇപ്പോൾ വരുന്ന തലമുറ ഈ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരമൊന്നും കാണാൻ കഴിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ MP ആയാലും MLA ആയാലും ഒക്കെ UDFൻ്റെയാണ്. അപ്പോൾ അവരൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു സംവിധാനം ഞാൻ കണ്ടെത്തും. അതായത് പിന്നെ നമ്മളെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നമ്മളവിടെ ഈ വലിയ പദ്ധതി അല്ലാണ്ട് തന്നെ പരിഹരിക്കാൻ പറ്റാവുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മളെ തോടിലൊക്കെ നല്ല തടയണ കാര്യങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ അങ്ങനത്തെയൊക്കെ കൊണ്ടുവരാനുള്ള ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടുവരണമെങ്കിലും തന്നെ നമുക്ക് നമ്മളൊരു സ്ഥാനാർത്ഥി വിജയിച്ച് വരണം.
അപ്പോഴേ ഇതൊക്കെ നമുക്ക് നടപ്പാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വിജയിക്കുന്ന പ്രതീക്ഷ തന്നെയാണ്. പ്രചരണങ്ങളൊക്കെ പ്രചരണങ്ങൾ വളരെ ശക്തമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിജയിക്കുന്നുള്ള പ്രതീക്ഷയുമുണ്ട്. പക്ഷെ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ പെൻഷൻ വിതരണം ചെയ്യുന്നതാണ്. നവാവിഷൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ ഭരണസമിതിയിൽ പെൻഷൻ കൊടുത്ത രീതി. നിങ്ങൾക്കറിയാമല്ലോ, ഈ വാർഡുകളിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നില്ല. പിന്നെ മൊത്തത്തിൽ ഇന്ന് കേരളത്തിൽ വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വികസനമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം, പൊതുമരാമത്ത് രംഗത്തിൻ്റെ വികസനം, ഹെൽത്ത് മേഖലയുടെ വികസനം, അതൊന്നും ഞാൻ വിശദീകരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. എഡ്യൂക്കേഷൻ രംഗത്ത് PMC നടപ്പിലാക്കിയതിൻ്റെ വികസനം, ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു ആത്മധൈര്യമുണ്ട്. അതെല്ലാം വോട്ടായി മാറും ചെയ്യും. വോട്ടാകുക മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു വലിയ വിഭാഗം, ഇപ്പോൾ സുധീർ പറഞ്ഞതുപോലെ വലിയൊരു വിഭാഗം, ഇവിടെ ഹിന്ദു വിഭാഗം തന്നെ പറയാം, LDFനെതിരായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് BJPക്ക് അല്ലെങ്കിൽ NDAക്കെതിരെ ഒരു LDF ഗവൺമെൻറ്റിനെതിരെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഭരണത്തിനെതിരെ എന്തുകൊണ്ടാണ് ഒരു വാക്കുകൾ ഉയരാത്തതിന്? ഇവിടെ നമുക്ക് NDAയുടെ വാർഡ് കൂടിയാണ്. ഇവിടെ നമുക്ക് NDAയുടെ വാർഡല്ല പ്രധാനം. ഇവിടെ നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മുടെ ഐക്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇവരെ തല്ലിച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഐക്യമാണ് നമുക്ക് പ്രധാന പ്രശ്നം. ഈ ഐക്യം നേടിയെടുക്കാൻ ഇവിടുത്തെ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അത് ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, അത് എല്ലാവർക്കും ഐക്യമാണ് ആവശ്യം. ആ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു പ്രതീക്ഷയുള്ളത് എന്ന് പറയുന്നത്. കാരണം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്തണം, അതാണ് ഒരു ആവശ്യം. ഈ വാർഡിലെ സാഹചര്യം ഇപ്പോൾ നിലവിൽ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു സംശയവുമില്ല. കാരണം ഞങ്ങൾക്ക് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അനുകൂല തരംഗമാണ്. കാരണം ഏത് ഭാഗത്ത് നിങ്ങൾ നോക്കിയാലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള, കാരണം പ്രധാനമായിട്ടും ഇവിടുത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, അവർക്ക് ഇവിടുത്തെ പുതിയ തലമുറയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയും. അവിടെയാണ് അല്ല വികസനം എത്തിക്കുക എന്നുള്ളതല്ല, വികസനത്തിന് അപ്പുറം ഒരുപാട് കാഴ്ചപ്പാടുള്ള കുട്ടികളാണ്. ആ കുട്ടികൾക്ക്, വരും തലമുറകൾക്ക് എന്ത് പഠിക്കണം, ഏത് വഴിയിലൂടെ പോകണം, എവിടെ എത്തണം എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ലീഡേഴ്സാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങൾ ഇവരെ തിരഞ്ഞെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. സ്ഥാനാർത്ഥികൾക്ക് ഷൈനെക്സ് നൽകുന്ന ഒരു സമ്മാനം നൽകുകയാണ്. താങ്ക് യു. എല്ലാവിധ ആശംസകളും നേരുന്നു. പക്ഷമറിയാൻ, ജനപക്ഷമറിയാൻ നവാവിഷൻ ഒരുക്കുന്ന നമ്മുടെ ചിഹ്നം പടയൊരുക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. കോട്ടക്കൽ നഗരസഭയിലെ 35 വാർഡുകളിലും നമ്മൾ സന്ദർശനം നടത്തി. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലും. അതോടുകൂടി നമ്മളുടെ ഈ പര്യടനം ഇവിടെ അവസാനിക്കുന്നത്. നന്ദി. 13-ാം തീയതി നമുക്ക് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്താം. അതുവരെ